السلام عليكم ورحمة الله وبركاته. السلام ورحمة الله وبركاته. السلام ورحمة الله وبركاته. ശുക്ർ ഉസ്താദ് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആരംഭിക്കാം ഇൻഷാ അല്ലാഹ്. ഇന്ന് ഖുർആൻ പാരായണം നിർവഹിക്കുന്നത് അബീർ ഇബ്രാഹിം എന്ന കൊച്ചുകുട്ടിയാണ്. മാഷാ അല്ലാഹ്. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. السلام ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم يراءون ويمنعون الماعون. صدق الله العظيم. ما شاء الله ما شاء الله ما شاء الله. റിയാദ് സാലിഹീൻ കോർഡിനേറ്റർ സലബാത്ത സാഹിബിനെ ഏതാനും സ്വാഗത വാക്കുകൾ സംസാരിക്കാൻ വേണ്ടി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനായ അബ്ദുറഹീം ഉസ്താദ് അവர்களെ, നമ്മുടെ ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ പ്രമുഖ പണ്ഡിതനും പരിശുദ്ധ ഹജ്ജ് ഉംറ നിർവഹണത്തിനായി വർഷങ്ങളോളമായി സേവന സന്നദ്ധനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനായ അബ്ദുൽ ഷുക്കൂർ ഖാസിമി അവர்களെ, ഇന്നത്തെ ഈ ഒരു ദർസ് ശ്രവിക്കാൻ വേണ്ടി ഈ പരിശുദ്ധ ദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട റിയാദ് സാലിഹീൻ കുടുംബത്തിലെ സഹോദരന്മാരെ, കുട്ടികളെ, നമ്മളെല്ലാം വളരെയധികം ആത്മസംതൃപ്തിയിലാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മാസം പരിശുദ്ധ റമദാൻ ഒരിക്കൽ കൂടി വരവേൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മളെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അടുത്ത റംസാൻ നമ്മൾ ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പുമില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും തന്നെ ഓരോ നിമിഷവും അത് അനാവശ്യമായി പോകാതെ രീതിയിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന, അള്ളാഹു സന്തോഷിക്കുന്ന, അള്ളാഹു നമ്മൾക്ക് വാഗ്ദത്തം നൽകിയ ഏറ്റവും കൂടുതൽ പ്രതിഫലം നമ്മൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള കർമ്മങ്ങളിൽ മുഖിതരായിരിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരും. ഇന്നത്തെ ഈ ക്ലാസ്സിന് വിഷയമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് പരിശുദ്ധ റംദാനിലെ രാപ്പകലുകൾ എന്നാണ്. വലിയൊരു വിഷയമാണെങ്കിലും ബഹുമാനനായ ഉസ്താദ് വളരെയധികം ചുരുക്കിക്കൊണ്ട കാര്യങ്ങൾ നമ്മൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവതരിപ്പിച്ചു തരുമെന്നാണ് നമുക്ക് വിശ്വസിക്കാം ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട മുഖ്യാതിഥിയെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മൾക്ക് പലർക്കും വളരെയധികം സുപരിചിതനാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഷുക്കൂർ ഖാസിമി അവர்கள். അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് അവർക്കും അറിയാവുന്നതാണ്. 2023 അവസാനത്തിൽ റിയാദ് സാലിഹിന്റെ ആദ്യത്തെ ഉംറ സംഘം മദീനയിലെത്തിയപ്പോൾ നമ്മൾക്ക് ഒരു ദർസ് അദ്ദേഹം നടത്തുകയുണ്ടായി നമ്മുടെ താമസ സ്ഥലത്ത് വെച്ച്. വളരെയധികം മനസ്സിൽ തട്ടുന്ന, പലവരെയും ഈറനണിയിച്ച ആ ഒരു
പ്രഭാഷണം ഇന്നും അത് അനുഭവിച്ചറിഞ്ഞവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. അതിനുശേഷം നമ്മൾക്ക് അദ്ദേഹം ഒരു റംസാൻ ക്ലാസ്സുകൾ നടത്തുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനനായ അബ്ദുൽ ഷുക്കൂർ ഖാസിം അവർക്ക് ആഫിയത്തോടു കൂടി ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് മാത്രമല്ല, കേരളത്തിൽ അറിയപ്പെടുന്ന അക്ബർ ട്രാവൽസ് ഉംറ ഹജ്ജ് സംഘത്തെ നിരന്തരമായി അയച്ചുകൊണ്ടിരിക്കുന്ന വിശ്വസനീയമായ അക്ബർ ട്രാവൽസിന്റെ 100ഓളം വരുന്ന അമീർമാരിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന വ്യക്തിത്വം കൂടിയാണ് അബ്ദുൽ ഷുക്കൂർ ഖാസിമി അവർ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം നമ്മളേവരും മനസ്സറിഞ്ഞുകൊണ്ട് ശ്രവിക്കുകയും അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ സാന്ദർഭികമായി പറയാനുള്ളത്, നമ്മുടെ ഈ പവിത്രമായ ദിനരാത്രങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുകയും നന്ദി പറയേണ്ടതും അള്ളാഹുവിനോട് ആഫിയത്തോടുകൂടെ ദീർഘായുസ്സിനായി വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ബഹുമാനായ അബ്ദുറഹീം ഉസ്താദ് അവറുകൾ. നമ്മുടെ ഇസ്ലാമിക പശ്ചാത്തലത്തിലുള്ള നമ്മുടെ ജീവിത ശൈലിയിലേക്ക് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പഠിക്കാൻ വേണ്ടി നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുറഹീം ഉസ്താദ് രാപ്പകലില്ലാതെ ഓരോ ഘട്ടങ്ങളായി മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ തന്നെ വളരെയധികം നല്ല രീതിയിൽ ആത്മാർത്ഥമായി നമ്മൾക്ക് പഠിച്ചെടുക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഉസ്താദ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തനം മറ്റു മേഖലയിലും തിരിഞ്ഞിരിക്കുകയാണ്. മാഷാ അല്ലാഹ് 5ഓളം പള്ളികൾ അദ്ദേഹത്തിന്റെ ശ്രമഫലമായി കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ, വയനാട്ടിലടക്കമുള്ള സ്ഥലത്ത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് തുല്യതയില്ലാത്ത പ്രവർത്തനം അദ്ദേഹം വർഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവസാനമായി വയനാട്ടിൽ 2 or 3 പ്രാവശ്യം അദ്ദേഹം ഈ അടുത്ത ദിവസങ്ങൾ സന്ദർശിച്ചു. അവിടുത്തെ ഉരുൾപൊട്ടലിൽ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് താങ്ങായി അദ്ദേഹം ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിൽ പെരുന്നാളിനും അദ്ദേഹം കിറ്റ് കൊടുക്കാനുള്ള സന്നദ്ധതയിലാണ്. ഏതായാലും കൂടുതൽ ഞാൻ ഈ ഒരു അവസരത്തിൽ കൂടുതൽ സമയമെടുക്കുന്നില്ല. നമ്മളേവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് നമ്മൾ ബഹുമാനപ്പെട്ട അബ്ദുൽ ഷുക്കൂർ ഖാസിമിയുടെ പ്രഭാഷണത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തിന് ആദരപൂർവ്വം ഈ ഒരു സദസ്സിലേക്ക്, ഈ ഒരു വിരാസാലിയും കുടുംബത്തിന്റെ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എൻ്റെ എല്ലാ സഹോദരന്മാർക്കും ഒറ്റ വാക്കിൽ റിയാദ് സാലിഹിന് വേണ്ടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തുടങ്ങാമല്ലോ. തുടങ്ങാമല്ലോ അല്ലേ? തുടങ്ങിക്കോളി. ബിസ്മില്ലാ. ബിസ്മില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آله وصحبه وبارك وسلم تسليما كثيرا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أما بعد فقد قال الله سبحانه وتعالى: والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. وقال أيضا: كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية. قال نبينا وحبيبنا محمد صلى الله عليه وسلم: إن في الجنة بابا يقال له الريان يدخل منه الصائمون يوم القيامة
لا يدخل منه أحد غيرهم فإذا دخلوا أغلق فلم يدخل منه أحد. رواه البخاري ومسلم. وقال أيضا قال رسول الله صلى الله عليه وسلم في حديثه القدسي إن ربكم يقول كل حسنة بعشر أمثالها إلى 700 ضعف والصوم لي وأنا أجزي به والصوم جنة من النار ولخلوف فم الصائم يطيب عند الله من ريح المسك وإن جهل على أحدكم جاهل وهو صائم فليقول إني صائم إني صائم أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള റിയാദുസ് സാലിഹീൻ കുടുംബാംഗത്തിലെ സഹോദരങ്ങളെ സഹോദരിമാരെ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട മഹാനായ അബ്ദുറഹീം ഉസ്താദ് അൽ ഹാജി അവറുകളെ, മറ്റ് ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പേര് പോലെ തന്നെ നമ്മുടെ ഇൽമിന്റെ മജ്ലിസ് അല്ലാഹു സുബ്ഹാനഹു വ തആല റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ പൂങ്കാവനം ആക്കി തീർക്കുമാറാവട്ടെ. നാളെ സാലിഹീങ്ങളെല്ലാം ഒത്തുകൂടുന്ന പരിശുദ്ധമായ കമനീയമായ സ്വർഗത്തിലും നമുക്കെല്ലാം ഒരുമിച്ച് കൂടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ലായ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമളാനിന്റെ വളരെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ് നമ്മുടെ തലോടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമളാനിന്റെ ഓരോ രാപകലുകളും വിനിയോഗിക്കേണ്ട രീതികളും തങ്ങൾ അനുവർത്തിച്ച രീതികളുമെല്ലാം ഈ ഉമ്മത്തിന് തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ റമളാൻ സമാഗതമാകുന്നതിന് തൊട്ടു മുമ്പ് തന്നെ മുഴുവൻ സ്വഹാബാക്കളെയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നീണ്ട ഇബാദത്തിലേക്ക് പ്രേരിപ്പിക്കുമായിരുന്നു. ആ നിലയിലുള്ള വലിയ സാരോപദേശം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് കൊടുക്കുമായിരുന്നു. ഈ സ്വഹാബത്തിലൂടെ മുഴുവൻ ഉമ്മത്തികൾക്കുമുള്ള ഉപദേശമാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത്. അതിൽ ഹബീബായ തങ്ങള് അതിന്റെ തുടക്കത്തിൽ പറഞ്ഞു, കത് അലല്ലക്കും ഷഹറുൻ അലീമുൻ മുബാറക്, നിങ്ങൾക്ക് തണലിട്ടിരിക്കുന്നത് വളരെ അനുഗ്രഹീതമായ ഒരു മാസം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ റമളാനിനെ ഒരു തണലിനോട് ഉപമിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, വെയിലുകൊണ്ട് വല്ലാതെ വിഷമിച്ചു നിൽക്കുന്നവന് ഒരല്പം തണലിന്റെ ആശ്വാസം കിട്ടുമ്പോൾ എന്തൊരാശ്വാസമായിരിക്കും. ഇതേപോലെ ജീവിതത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പലരും നമ്മുടെ തണലുകളാണ്. സന്താനങ്ങളെ സംബന്ധിച്ചിടത്തോളം വാപ്പയും ഉമ്മയും ഒരു തണലാണ്. ആ തണല് പോകുമ്പോഴേ ഉള്ളൂ ആ സാന്നിധ്യത്തിന്റെ വിലയും നിലയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതേപോലെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവരുടെ സന്താനങ്ങൾ അതവർക്ക് വലിയ സൗഭാഗ്യമായി തണലായി അനുഭവപ്പെടുന്നത് മാതാവും പിതാവും വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ കഴിയുമ്പോഴാണ്. അങ്ങനത്തെ ഒരു സന്താനം ഇല്ലാത്തപ്പോഴറിയാം അതിന്റെ ആ തണലിന്റെ അസാന്നിധ്യത്തിന്റെ ഗൗരവം എന്താണെന്ന്. ഇതേപോലെ പ്രിയപ്പെട്ടവരെ 11 മാസക്കാലമായി അള്ളാഹുവിന്റെ അടിമകളായ നാം, നമ്മുടെ ജീവിതം ഒരുപാട് നന്മയും തിന്മയും കലർന്നതാണ്. ഇത് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് അറിയാം. മനുഷ്യന്റെ ബലഹീനത പരിപൂർണമായും ഉൾക്കൊള്ളുന്ന ഒരു സ്വഭാവമാണ് പടച്ചവന്റേത്. അവൻ റഹീമാണ്, അതോടൊപ്പം റഹ്മാനുമാണ്. അഥവാ ഭൗതികമായ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ വ്യക്തികളുടെയും അടിമകളുടെയും ആദർശമോ സ്വഭാവങ്ങളോ അവരുടെ ദീനി നിഷ്ഠയോ ഒന്നും നോക്കാതെ അള്ളാഹു വാരിക്കോരി അവന്റെ കാരുണ്യം ചൊരിയുന്നവനാണ് ദുനിയാവിന്റെ വിഷയത്തിൽ. പക്ഷെ പരലോകത്ത് വരുമ്പോൾ അള്ളാഹു ഓർമ്മപ്പെടുത്തി, എന്റെ റഹ്മത്ത്, എന്റെ വിശാലമായ കാരുണ്യം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അനുസരിക്കുന്ന നല്ല അടിമകൾക്ക് വേണ്ടി മാത്രം പ്രത്യേകമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഭൗതികമായ ജീവിതത്തിൽ പടച്ചതമ്പുരാൻ റഹ്മാനാണ്. അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ഗുണം ചെയ്യുന്നവനാണ്, ഉപകാരം ചെയ്യുന്നവനാണ്. പക്ഷെ മരണത്തോടുകൂടി ആ ഒരു പരിഗണന അസ്തമിക്കും. മരണത്തോടുകൂടി ആ ഒരു എഴുത്തിബാറ് പരിഗണന അസ്തമിച്ച് പിന്നീട് രണ്ടായി അള്ളാഹു വേർതിരിക്കും. ആര് ജീവിതത്തിൽ നന്മയും സൽക്രമങ്ങളും കൊണ്ട് നിറഞ്ഞോ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഒരു സമീപനം. ആരവരുടെ ജീവിതത്തിനെ പാഴാക്കി കളഞ്ഞോ, വിസ്മൃതിയിലും ഗഫ്ലത്തിലുമായി
അള്ളാഹുവിനെ ഓർക്കാതെ, അവനെ ഓർത്തൊന്ന് കരയാതെ, അവനിലേക്കൊന്ന് പശ്ചാത്തപിച്ച് മടങ്ങാതെ, വിശുദ്ധ റമദാൻ വന്നിട്ട് പോലും അള്ളാഹുവിനെ കൊണ്ട് പൊറുപ്പിക്കുന്ന, പാവങ്ങൾ മാപ്പ് ചെയ്യിപ്പിക്കുന്ന അമലുകൾ ചെയ്ത് മുന്നേറാനുള്ള അവസരം കിട്ടിയിട്ടും നഷ്ടപ്പെടുത്തി കളഞ്ഞവർ, ഇവരെല്ലാം കൈകടിക്കുന്നത്, ഇവരെല്ലാം യഥാർത്ഥ വിഷമത്തിലേക്ക് പൂണ്ട് പ്രവേശിക്കുന്നത് അവരുടെ മരണത്തോടു കൂടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമദാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന എന്തിനാ? നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ നന്മകൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ആ നിലയിൽ 11 മാസക്കാലം ഏതൊരു മനുഷ്യൻ അള്ളാഹുവിൽ നിന്നും അകന്നു കഴിയുന്നോ അത്തരം വ്യക്തിത്വങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു പ്രത്യേകമായ അവസരമാണ് വിശുദ്ധ റമദാൻ. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത്, ഖദ് അളല്ലക്കും ഷഹ്റുൻ അളീമുൻ മുബാറക്, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ പവിത്രമായ, ഈ മഹോന്നതമായ മാസം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്നിരിക്കുന്ന ഒരു തണലാണ്. ആശ്വാസത്തിന്റെ, മഗ്ഫിറത്തിന്റെ തണല്, റഹ്മത്തിന്റെ തണല്, നരകമോചനത്തിന്റെ തണല്, സ്വർഗത്തിന്റെ തണല്, പരിശുദ്ധമായ ഹൗദുൽ കൗസർ സ്വന്തമാക്കാനുള്ള സൗഭാഗ്യം, ആദരവായ മുസ്തഫായ തങ്ങളുടെ കൂട്ടത്തിൽ മുഴുവൻ നബിമാരുടെ കൂട്ടത്തിലും കഴിയാനുള്ള സൗഭാഗ്യം, അള്ളാഹുവിന്റെ ലിഖായിനുള്ള ഭാഗ്യം, ഇതെല്ലാമാണ് ഈ ഒരു മാസത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വലിയ പുണ്യങ്ങളാണ്. ഏത് നിലയിൽ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫഅറുല്ലാഹ മിൻ അൻഫുസികും ഖൈറ, നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന് നന്മകൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അള്ളാഹു നിങ്ങളെ കണ്ടുകൊണ്ട് സന്തോഷിക്കണം. അള്ളാഹു നിങ്ങളെ കണ്ടുകൊണ്ട് അവന്റെ മലായിക്കത്തുൽ കിറാം, അവന്റെ മാന്യന്മാരായ മലക്കുകളോട് അഭിമാനം കൊള്ളണം. എന്റെ അടിമകൾ കണ്ടോ, അവരെനിക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിക്കുന്നു, അവരെനിക്ക് വേണ്ടി ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നു. നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ, നമ്മുടെ സദഖകൾ, നമ്മുടെ ഓരോ നന്മകളും കണ്ട് അള്ളാഹു സന്തോഷിക്കണം. നമ്മൾ ആലോചിച്ചു നോക്കും പ്രിയപ്പെട്ടവരെ, അള്ളാഹു എത്ര വലിയ ഔദാര്യവാനാണ്. വിശുദ്ധ റമദാനിൽ നമ്മുടെ ഉറക്കം പോലും ഇബാദത്താണ്. നൗമുഹു ഇബാദ. ഹദീസിൽ കാണാം, ഒരു നോമ്പുകാരന്റെ ഉറക്കം വസുംദുഹു തസ്ബീഹ്, അവൻ മൗനമായിട്ടിരിക്കുന്നത് തസ്ബീഹുകൾ പറയുന്നത് പോലെയാണ്. വദുആഉഹു മുസ്തജാബ, അവൻ ചെയ്യുന്ന ദുആകൾ അത് സ്വീകരിക്കപ്പെടുന്നതാണ്. അവൻ ചെയ്യുന്ന ഓരോ നന്മകളും ഇരട്ടിയായ സവാബുകൾ. ഒരു നന്മയ്ക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ സവാബ് തരാതെ നമ്മൾ വെറുതെ അയക്കുകയില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകൾക്കും അള്ളാഹു തിരിച്ച് നമുക്ക് നൽകുന്നത് വണ്ണമായ പ്രതിഫലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി, നോമ്പുകാർക്ക് വേണ്ടി പരലോകത്ത് ഖിയാമത്ത് നാളിൽ സ്വർഗത്തിന്റെ പ്രത്യേകമായ ഒരു കവാടം നമ്മളോടുള്ള ആദരവിന്റെയും സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും പേരിൽ അള്ളാഹു ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ആ കവാടത്തിലൂടെ, ആ ഗേറ്റിലൂടെ നോമ്പുകാരല്ലാതെ മറ്റാരും പ്രവേശിക്കുകയില്ല. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്. എന്താ? ഇന്ന ഫിൽ ജന്നതി ബാബ, തീർച്ചയായും സ്വർഗത്തിൽ ഒരു പ്രത്യേകമായ കവാടമുണ്ട്. യുഖാലു ലഹുർ റയ്യാൻ, അതിന് പറയപ്പെടുന്ന പേര് അർ-റയ്യാൻ എന്ന് പറയുന്ന മനോഹരമായ കവാടമാണ്. യദ്ഖുലു മിൻഹു സ്വായിമൂൻ, ആ കവാടത്തിലൂടെ പ്രവേശിക്കുന്നത് ആര് മാത്രമാണ്? നോമ്പുകാർ മാത്രമാണ്. യൗമുൽ ഖിയാമ, നാളെ അന്ത്യനാളിൽ, ഖിയാമത്ത് നാളിൽ, ലാ യദ്ഖുലു മിൻഹു അഹദുൻ, ആ കവാടത്തിലൂടെ മറ്റാർക്കും പ്രവേശിക്കാൻ കഴിയില്ല. നോമ്പുകാരെല്ലാവരും ആ കവാടത്തിലൂടെ അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉഗ്ലിഖ്, ആ കവാടം അടയ്ക്കപ്പെടും. പിന്നെ ഫലം യദ്ഖുൽ മിൻഹു അഹദുൻ, ആർക്കും ആ കവാടത്തിലൂടെ പ്രവേശിക്കാൻ കഴിയില്ല. ആലോചിച്ച് നോക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുകാർക്ക് വേണ്ടി പ്രത്യേകമായ കവാടം അള്ളാഹു സജ്ജീകരിച്ചു വെച്ചിരിക്കുകയാണ്. മാത്രമല്ല ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നോമ്പൊഴിച്ചുള്ള മറ്റുള്ള ഇബാദത്തുകൾക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ക്ലിപ്തമായ പ്രതിഫലങ്ങൾ അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നോമ്പിനെ സംബന്ധിച്ച് അള്ളാഹു അറിയിച്ചത് എന്താ? അസ്സൗമുലി, നോമ്പ് എനിക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാ ഇബാദത്തുകളും പടച്ചവന് വേണ്ടിയാണ്. പക്ഷേ ബാക്കിയുള്ള ഇബാദത്തുകൾ മറ്റുള്ളവർക്കും കൂടി ആസ്വദിക്കാനും കാണാനും അതെല്ലാം അറിയാനും കഴിയും. നോമ്പെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവും അടിമകളാവുന്ന നമ്മളും തമ്മിലുള്ള രഹസ്യമായ ഇബാദത്താണ്. വേറെ ആർക്കും നമ്മൾ നോമ്പുകാരനാണോ എന്ന് തൃപ്തമാക്കാൻ കഴിയില്ല. നമുക്ക് പരിശുദ്ധമായ റമദാനിൽ പകലിൽ ഭക്ഷണം കഴിച്ച് വളരെ രഹസ്യമായ നിലയിൽ ആരാരും കാണാതെ നമുക്ക് വേണമെങ്കിൽ ആളുകളെ പറ്റിക്കാം. പക്ഷെ അള്ളാഹുവിനെ വഞ്ചിക്കാൻ കഴിയില്ല. അള്ളാഹ് എല്ലാ രഹസ്യം അറിയുന്നവനാണ്. അതുകൊണ്ട് രഹസ്യമായ ഒരു ഇബാദത്താണ് നോമ്പ്. അതിന്റെ പ്രതിഫലം
അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു, വഅന അജ്സീബി, ആ നോമ്പിന്റെ പ്രതിഫലം ഞാനാണ് കൊടുക്കുന്നത്. ഒരു മലക്കിന്റെ സാന്നിധ്യം പോലും ഇല്ലാതെ, ഒരു മലക്ക് പോലും അറിയാത്ത നിലയിൽ ഞാൻ വളരെ വാരിക്കോരി പ്രതിഫലം കൊടുക്കുന്നതാണ് നോമ്പിന്. കാരണം എന്താ? യദഉ ശഹവതഹു വ തആമഹു മിൻ അജ്ലി. അള്ളാഹു അറിയിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടിയാണ് അവന്റെ ദാഹമോഹങ്ങൾ, അവന്റെ ആഹാരപാനീയങ്ങൾ, അവന്റെ ആഗ്രഹങ്ങൾ എല്ലാം തടയിട്ടത്, എല്ലാം ഉപേക്ഷിച്ചത് എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ്, എന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു, ലിസ്വാഇമി ഫർഹതാൻ, ഓരോ നോമ്പുകാർക്കും അള്ളാഹു രണ്ട് സന്തോഷങ്ങൾ, രണ്ട് ആഹ്ലാദങ്ങൾ നൽകാൻ അള്ളാഹു തീരുമാനിച്ചിരിക്കുകയാണ്. അതിലൊന്ന് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ആ സന്തോഷം, ഫർഹത്തുൻ ഇൻദ ഫിത്രി. നോമ്പ് തുറക്കുമ്പോൾ നോമ്പുകാർക്ക് വലിയ ആനന്ദമാണ്. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു അറിയിക്കുന്നതായി പറയുന്നു, ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി, ഒരു നോമ്പുകാരൻ നാളെ പടച്ച തമ്പുരാനെ കണ്ടുമുട്ടുന്ന ഒരു അനുനിമിഷമുണ്ട്. ആ സമയത്ത് ഓരോ നോമ്പുകാർക്കും വലിയ ആഹ്ലാദവും സന്തോഷവുമായിരിക്കും. മാത്രമല്ല, നോമ്പുകാരൻ അള്ളാഹു കൊടുക്കുന്ന മഹാത്മ്യം, വല ഖലൂഫു ഫമി സ്വാഇമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. നോമ്പുകാലം ആമാശയം കാലിയായിരിക്കുമ്പോൾ, ഒരുപക്ഷെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വായിൽ നിന്നും ഒരുതരം ദുർഗന്ധം നമുക്ക് അസ്വസ്ഥമായി തോന്നുന്നുവെങ്കിലും, മനുഷ്യർക്ക് അത് അസ്വസ്ഥമായി തോന്നുന്നുവെങ്കിലും, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അറിയിക്കുന്നു, ഏ നോമ്പുകാര, നിന്റെ വായിൽ നിന്നും ആമാശയം കാലിയായിരിക്കുന്നതിന്റെ പേരിൽ വരുന്ന ദുർഗന്ധം മനുഷ്യരാശിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെങ്കിലും, ഖാലിഖായ പടച്ച തമ്പുരാൻ എനിക്കത് ആസ്വദിക്കാൻ വലിയ ഇഷ്ടമാണ്. എന്റെ മുമ്പിൽ കസ്തൂരിയേക്കാളും ഞാൻ പ്രിയങ്കരമായി ഇഷ്ടപ്പെടുന്നു നിന്റെ നോമ്പുകാരന്റെ വായിന്റെ ദുർഗന്ധം. ആലോചിച്ച് നോക്കും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുർഗന്ധങ്ങൾ പോലും, നമ്മുടെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധം പോലും ഒരു നോമ്പുകാരൻ എന്ന നിലയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ സ്ഥാനീയമാണ്, വലിയ മഹാത്മ്യമാണ്. മാത്രമല്ല, വസ്സൗമു ജുന്നത്തും മിനന്നാർ, നരകത്തിന്റെ അഗാധ ഗർത്തത്തിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷിക്കുന്ന വലിയൊരു പരിചയാണ് പ്രിയപ്പെട്ടവരെ നോമ്പെന്ന് പറയുന്നത്. നോമ്പ് സാധാരണ അമലല്ല. നാളെ കത്തിക്കാളുന്ന നരകാഗ്നിയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന വലിയൊരു അമലാണ് പരിശുദ്ധമായ നോമ്പ്. അതുകൊണ്ട് തന്നെ ഒരു നോമ്പുകാരൻ അവന്റെ നോമ്പിനെ നഷ്ടപ്പെടുത്തി കളയാത്ത നിലയിലുള്ള നോട്ടങ്ങൾ, സംസാരങ്ങൾ, ശൈലികൾ ഒരു നോമ്പുകാരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. ഒരു നോമ്പെന്ന് പറഞ്ഞാൽ വെറും ആമാശയത്തെ മാത്രം കാലിയാക്കലല്ല, അവന്റെ കണ്ണിനെ ഹറാമിന്റെ നോട്ടത്തിൽ നിന്നും സുരക്ഷിതമാക്കണം. അവന്റെ നാവിനെ കളവ് പറയുന്നതിൽ നിന്നും, പരദൂഷണത്തിൽ നിന്നും, മറ്റെല്ലാ തെറ്റുകളിൽ നിന്നും അവന്റെ നാവ് സുരക്ഷിതമായിരിക്കണം. അവന്റെ ചിന്ത സുരക്ഷിതമായിരിക്കണം. മൊത്തത്തിൽ അവൻ ആമാശയത്തിന് നോമ്പായിരിക്കുന്നത് പോലെ അവന്റെ ശരീരത്തിന്റെ ഓരോ ഘടകങ്ങളും ആ നോമ്പിലൂടെ തഖ്വ, അള്ളാഹുവിന്റെ സൂക്ഷ്മത, പടച്ചവനെ കുറിച്ചുള്ള ചിന്ത, അള്ളാഹു വിലക്കിയതൊന്നും വരാത്ത നിലയിൽ അവൻ സുരക്ഷിതമായ നിലയിൽ കഴിഞ്ഞുകൂടുമ്പോൾ ആ നോമ്പിന്റെ യഥാർത്ഥ പ്രതിഫലം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. കാരണം നോമ്പിന്റെ ലക്ഷ്യം എന്താ? അള്ളാഹു തന്നെ പറഞ്ഞു, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. ജീവിത വിശുദ്ധി നേടാൻ വേണ്ടിയാണ്. നിങ്ങളുടെ കൽബിലേക്കാണ് പടച്ചവൻ നോക്കുന്നത്. റസൂലുള്ളാഹി തങ്ങള് ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു, നെഞ്ചിലേക്ക് 3 തവണ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന വ അശാറ ഇലാ സ്വദ്രിഹി 3 മറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 3 തവണ തങ്ങൾ പറഞ്ഞു, തഖ്വ ഈ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള സാധനം. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, അവനെ കുറിച്ചുള്ള ഭയം, അതിന്റെ പേരിൽ അവന്റെ കണ്ണിനെ ഹറാമിൽ നിന്നും അവൻ സുരക്ഷിതനാക്കും. അവന്റെ നാവിനെ ഹറാമ് പറയുന്നതിൽ നിന്നും അവൻ സംരക്ഷിക്കും. അവന്റെ അവയവങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും അവൻ സുരക്ഷിതനാക്കും. ഇതാണ് തഖ്വ. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക, അവന്റെ നിരോധനകൾ പരിപൂർണമായി വെടിയുക. ഇതാണ് തഖ്വയുടെ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന നിർവചനം. അതിന് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ നോമ്പിൽ ആരെങ്കിലും ഇങ്ങോട്ട് അവിവേകം കാണിച്ചുകൊണ്ട് വന്നാൽ ഒരു നോമ്പുകാരൻ എന്ത് പറയണം? ഫൽയഖുലി സ്സായിമു ഇന്നി സ്വായിം, ഇന്നി സ്വായിം, ഞാൻ നോമ്പുകാരനാണെന്ന് പറയണം, ഞാൻ നോമ്പുകാരനാണെന്ന് പറയണം. മറ്റുള്ള ഏത് അമലുകളിലും നമ്മൾ സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു, നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു, ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നു, മറ്റമലുകൾ, ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും അസഭ്യം പറയുകയോ അവിവേകം കാണിക്കുകയോ ചെയ്താൽ, ഞാൻ ഒരു ഹാജിയാണ്, ഹജ്ജിലാണ്, ഞാൻ സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നമസ്കാരക്കാരനാണ് എന്ന് പറഞ്ഞ് ഒഴിവാകാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് നോമ്പിൽ മാത്രം
ആരെങ്കിലും ഇങ്ങോട്ട് അവിവേകം കാണിച്ചു കഴിഞ്ഞാൽ ഫൽയഖുൽ, അവൻ പറയണം ഇന്നി സ്വായിം, ഇന്നി സ്വായിം, തീർച്ചയായും ഞാനൊരു നോമ്പുകാരനാണ്. കാരണം പ്രിയപ്പെട്ടവരെ, നോമ്പ് അത് വെറും മോശമായ വാക്കുകൊണ്ട് പോലും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. അവന്റെ നാവിന് നോമ്പായിരിക്കും. ആ നിലയിൽ അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ റമദാനിന്റെ ഓരോ ദിനരാത്രങ്ങളും ഏത് നിലയിൽ നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ നന്മകൾ കാണിച്ച് നന്മയിൽ മത്സരിക്കേണ്ട സന്ദർഭമാണ്. ഓരോ സുജൂദുകൾക്കും അള്ളാഹുവിന്റെ മുമ്പിൽ എത്ര വലിയ പ്രതിഫലമാണെന്നറിയുമോ? ഒരിക്കൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വിശുദ്ധ റമദാനിൽ നാം അനുഷ്ഠിക്കുന്ന ഓരോ സുജൂദുകളും അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ സ്ഥാനമുള്ളതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു സുജൂദിന് പകരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കാണാം, വലൈസ അബ്ദു മുഅ്മിനുൻ യുസല്ലി ഫീ ലൈലത്തിൻ ഫീഹാ ഇല്ലാ കതബല്ലാഹു ലഹു അൽഫൻ വഖംസമിഅതി ഹസന ബികുല്ലി സജദ. റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളായ നാം പരിശുദ്ധമായ റമദാനിന്റെ ഓരോ രാത്രികളിലും ചെയ്യുന്ന സുജൂദുകൾ ഉണ്ടല്ലോ. തറാവീഹിലെല്ലാം എത്രയോ സുജൂദുകൾ, ഫർദ് നമസ്കാരത്തിലും സുന്നത്ത് നമസ്കാരത്തിലും കൂടി രാത്രി എത്രയോ സുജൂദുകൾ. രാത്രിയിൽ ചെയ്യുന്ന സുജൂദിന്റെ മഹാത്മ്യം പ്രത്യേകമായി തങ്ങൾ പറയുകയാണ്. ബികുല്ലി സജദ, ഓരോ സുജൂദിനും പകരമായി 1500 ഹസനത്തുകൾ, നന്മകൾ അള്ളാഹു നമുക്ക് തരികയാണ് ഒരൊറ്റ സുജൂദിന്. എന്റെ പ്രിയപ്പെട്ടവരെ, നാം പരിശുദ്ധ റമദാനിൽ എത്രയോ സുജൂദുകൾ ചെയ്യുന്നു. ഒരു സുജൂദിന് അള്ളാഹു നമുക്ക് പകരമായി നൽകുന്നത് 1500 നന്മയാണ്. മാത്രമല്ല വബനാലഹു ബൈതൻ ഫിൽ ജന്ന, അവന് വേണ്ടി പരിശുദ്ധമായ സ്വർഗത്തിൽ അള്ളാഹു മനോഹരമായ ഒരു ഭവനം നിർമ്മിക്കുകയാണ്. ആ ഭവനത്തിന്റെ പ്രത്യേകത എന്താ? ലഹാ സിത്തൂന അൽഫ ബാബിൻ, ആ പരിശുദ്ധമായ വീടിന് സിത്തൂന അൽഫ ബാബിൻ 60,000 കവാടങ്ങൾ ഉണ്ടെന്ന് ഹദീസിൽ കാണും. അള്ളാഹുവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊന്നും വലിയ കാര്യമല്ല. അള്ളാഹു വാരി കോരി കൊടുക്കാൻ അവന്റെ ഖസാന, അവന്റെ ഖജനാവ് വിശാലമാണ്. 60,000 കവാടങ്ങളുള്ള ഒരു വിശാലമായ ഭവനം പരിശുദ്ധമായ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ സുജൂദിനും പകരമായി നമുക്ക് തരികയാണ്. മാത്രമല്ല ലികുല്ലി ബാബിൻ മിൻഹാ ഖസ്റുൻ മിൻ ദഹബിൻ, ആ വാതിൽക്ക് ഓരോ വാതിൽക്കൽ കൂടിയും നമ്മൾ പ്രവേശിക്കുന്നത് സ്വർണത്തിന്റെ വലിയ കൊട്ടാരങ്ങളിലേക്കാണ്. ആലോചിച്ച് നോക്കി, അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാന്റെ രാത്രികളിൽ നാം ചെയ്യുന്ന ഓരോ സുജൂദിന്റെയും വില, നമ്മൾ ഏതൊരു അമൽ ചെയ്യുമ്പോഴും 2 ഗുണങ്ങൾ. ഒന്ന്, ഈ അമൽ അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അവന്റെ ഹബീബായ തങ്ങളുടെ തിരുസുന്നത്താണ് എന്നുള്ള ഈമാൻ ഉറപ്പ് നമുക്ക് വേണം. രണ്ടാമത്തെ സംഗതി ഇഹ്തിസാബ്, നമ്മൾ ഏതൊരു അമൽ ചെയ്യുമ്പോഴും അതിന് പടച്ച തമ്പുരാൻ നമുക്ക് നൽകുന്ന പ്രതിഫലം എത്രയാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യണം. അപ്പോൾ ആ പ്രതിഫലം നമ്മൾ അറിയണം. ഓരോ സുജൂദിന്റെ മഹാത്മ്യം അറിഞ്ഞാൽ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. ശുദ്ധ റമദാനിന്റെ രാത്രിയിൽ നാം അനുഷ്ഠിക്കുന്ന ഒരു സുജൂദിന് പകരം അള്ളാഹു തരുന്ന നന്മ 1500 നന്മയാണ്. മാത്രമല്ല സ്വർഗത്തിൽ മനോഹരമായ ഒരു വീട്, ആ വീടിന്റെ പ്രത്യേകത 60,000 കവാടങ്ങൾ ഉള്ള വിശാലമായ വീടാണ്. ഓരോ കവാടത്തിൽ കൂടിയും നാം പ്രവേശിക്കുമ്പോൾ ഖസ്റുൻ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ വലിയ കൊട്ടാരമാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി അവന്റെ മലായികത്തുകൾ വസ്തഗ്ഫറ ലഹു കുല്ല യൗമിൻ 70,000 മലക്കിൻ, 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട്, പടച്ചവനെ ഈ നോമ്പുകാരന് പുറത്തു കൊടുക്കണേ നാഥ. മത്സ്യങ്ങൾ പോലും, ആകാശത്തിലെ ജീവജാലങ്ങൾ, പറവകൾ പോലും നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ഒരു നോമ്പുകാരന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക. എത്ര വലിയ സ്ഥാനമാണ്, എത്ര വലിയ മഹിമയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, രാത്രി മാത്രമല്ല, രാത്രിയിലോ പകലിലോ വകാന ലഹു ബികുല്ലി സജദത്തിൻ സജദഹ ഫീ ശഹരി റമളാന ബിലൈലിൻ ഔ നഹാരിൻ ഷജറ യസീറു റാകിബു ഫീ ദില്ലിഹാ 500 ആമിൻ. മറ്റൊരു ഹദീസിൽ കാണാം, 500 വർഷം ഒരു നല്ല കുതിര സവാരി ഒരു നീണ്ട വൃക്ഷത്തിന്റെ തണലിലൂടെ സഞ്ചരിച്ചാൽ എത്ര ദൂരം സഞ്ചരിക്കുമോ അതിനേക്കാളും വിശാലമായ തണൽ മരങ്ങൾ, വൃക്ഷങ്ങൾ, അതിന്റെ ശിഖരങ്ങൾ, അങ്ങനെയുള്ള വൃക്ഷങ്ങൾ ഓരോ സുജൂദുകൾക്കും പകരമായി, അത് രാത്രി ചെയ്യുന്നതാണെങ്കിലും കൊള്ളാം, പകല് ചെയ്യുന്നതാണെങ്കിലും കൊള്ളാം, വിശുദ്ധ റമളാന്റെ ഏത് സന്ദർഭത്തിൽ ചെയ്യുന്ന സുജൂദിനും പകരമായി അള്ളാഹു മറ്റൊരു നന്മയും കൂടി, ഒരു വൃക്ഷം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ അതിന്റെ തണലിലൂടെ 500 വർഷം ഒരു കുതിര സവാരിക്കാരൻ യാത്ര ചെയ്താലും അതിന്റെ തണൽ അസ്തമിക്കുകയില്ല. മംദൂദ്, നീണ്ട വിശാലമായി പരന്നു കിടക്കുന്ന തണൽ അള്ളാഹു നമുക്ക് നൽകുകയാണ്.
ഓരോ സുജൂദുകൾക്കും പകരമായി എത്ര വലിയ പ്രതിഫലമാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. അള്ളാഹുവിന്റെ സൃഷ്ടികൾ നമുക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മാ മർറ ബിൽ മുസ്ലിമീന ഷഹ്റുൻ ഖൈറുൻ ലഹും മിൻഹു. ഒരു മുസ്ലിം, ഒരു ഈമാൻദാരി, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭ്യമാകുന്ന ഏറ്റവും അത്യുത്തമമായ ഖൈറായ ഒരു മാസം എന്ന് പറയുന്നത് വിശുദ്ധ റമദാൻ മാസമാണ്, പരിശുദ്ധമായ റമദാൻ മാസമാണ്. അതുകൊണ്ടാണല്ലോ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുദീർഘമായ ഹദീസിൽ കാണാം, ലൗ യഅലമുൽ ഇബാദു മാ റമദാൻ ലതമന്നതു ഉമ്മത്തി അൻ യകൂന സനതു കുല്ലുഹാ റമദാൻ. അതായത് വിശുദ്ധ റമദാനിൽ അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മേന്മകളും മാഹാത്മ്യങ്ങളും അള്ളാഹുവിന്റെ അടിയാറുകൾ ശരിക്കും അറിഞ്ഞിരുന്നെങ്കിൽ ലതമന്നതു ഉമ്മത്തി, നബിതങ്ങൾ പറയുകയാണ്, എന്റെ ഉമ്മത്തികൾ ആഗ്രഹിച്ചു പോകുമായിരുന്നു അയകൂന സനതു കുല്ലുഹാ, മുഴുവൻ വർഷവും ആ റമദാൻ ആയിരുന്നുവെങ്കിൽ. അത്രത്തോളം വലിയ മഹത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിൽ നമുക്ക് വേണ്ടി മാത്രം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. നാം ആലോചിച്ച് നോക്കി, ഒരു നോമ്പുകാരന് ഒരിറക്ക് വെള്ളം കൊടുത്തു നോമ്പ് തുറപ്പിച്ചാൽ പോലും അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തുതരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ ഫത്തറ സായിമ, ആരെങ്കിലും ഒരു നോമ്പുകാരന് നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ കാന മഗ്ഫിറത്തൻ ലിദുനൂബി, അത് അവന്റെ പാപത്തിന്റെ മോചനത്തിനുള്ള, പാപമോചനത്തിനുള്ള പരിഹാരമാണ്. അവന്റെ പാപങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു കൊടുക്കുകയാണ്. അതിന് പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ റമദാൻ നമ്മൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന, നമ്മുടെ തിന്മകൾ മായ്ച്ചു കളയുന്ന അമലുകൾ കൊണ്ട് നമ്മൾ പ്രത്യേകിച്ചും റമദാനിന്റെ മധ്യത്തെ പത്താണ്, മഗ്ഫിറത്തിന്റെ പത്താണ്, വളരെ കൂടുതലായി അള്ളാഹുവിനോട് പാപമോചനം തേടേണ്ട സന്ദർഭമാണ്. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആരല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു, ആരല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നു, അത്തരം ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുകയാണ്. അള്ളാഹു അറിയിക്കുന്നുണ്ടല്ലോ, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും ഇഷ്ടപ്പെടുന്നു ആര് കൂടുതലായി തൗബ ചെയ്യുന്നു. തൗബ എന്ന് പറഞ്ഞാൽ എന്താ? കുറെ വാക്യങ്ങൾ ഉച്ചരിക്കലല്ല, കുറെ പദപ്രയോഗങ്ങളല്ല, അതുമാകാം. പക്ഷേ തൗബത്തു അന്നതും, തൗബ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു വേദനയാണ്. ചെയ്തു പോയ പാപത്തെ ഓർത്ത് ഒരു ഹൃദയത്തിൽ ഒന്നൊരു ഞെടുക്കം, ഒരു വേദന, ഒരു വേദന. പടച്ചവനെ, അള്ളാഹുവേ, എന്റെ ഭാഗത്ത് നിന്റെ തെറ്റുകൾ വന്നുപോയല്ലോ, എനിക്ക് എത്രയോ വലിയ നിഅമത്തുകൾ വാരിക്കോരി തന്നു, എനിക്ക് വിശാലമായ വീട് തന്നു പടച്ചവനെ, ശാരീരികമായ ആഫിയത്ത് തന്നു പടച്ചവനെ, സന്താനങ്ങളെയും സമ്പത്തും തന്നു പടച്ചവനെ, എനിക്ക് ഒരുപാട് നിഅമത്തുകൾ, ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത നിഅമത്തുകൾ നീ എനിക്ക് തന്നു പടച്ചവനെ. നീ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് നിന്നെ ഞാൻ അനുസരിച്ച് ജീവിക്കണം. അത് ആർക്ക് വേണ്ടിയാണ്? എനിക്ക് വേണ്ടി തന്നെയാണ്. മൻ അമില സ്വാലിഹൻ ഫലിനഫ്സി, നാം ചെയ്യുന്ന അമലുകൾ, നന്മകൾ ആർക്ക് വേണ്ടിയാ? അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന അമലുകൾ, അതിന്റെ പ്രതിഫലം നമുക്ക് തന്നെയാണ്. അല്ലാതെ നമ്മളെല്ലാവരും ഭൂമിയിൽ പടച്ചവൻ അനുസരിച്ചു ഏറ്റവും ഉയർന്ന തഖ്വയിൽ ഈ ലോകത്തുള്ള മുഴുവൻ പടപ്പുകളും ജീവിച്ചു എന്നോർത്തുകൊണ്ട് അവന്റെ സ്ഥാനം കൂടാൻ പോകുന്നില്ല. അവനുള്ള സ്ഥാനം അതെന്നും ദായിമാണ്, നിലനിൽക്കുന്നതാണ്, നിത്യമാണ്. ഇനി ലോകത്തുള്ള മുഴുവൻ അടിയാറുകളും അള്ളാഹുവിനെതിരെ ചെയ്ത് ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ ജീവിച്ചു, അവന്റെ സ്ഥാനത്തിന് ലവലേശം മങ്ങലില്ല, ഒരു കുറവും സംഭവിക്കുകയില്ല. അവനുള്ളതെല്ലാം എപ്പോഴും ഉണ്ട്. പക്ഷെ ആ നന്മയുടെ പ്രതിഫലം ആർക്കാണ്? നമുക്കാണ്. മൻ അമില സ്വാലിഹൻ ഫലിനഫ്സി, ആ നന്മ നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമദാൻ പ്രത്യേകിച്ചും മഗ്ഫിറത്തിന്റെ പത്ത് നമ്മളിൽ നിന്നും കടന്നു കിടക്കുകയാണ്. നമ്മളിൽ നിന്നും തീർന്നു പോകുന്ന അവസാന സന്ദർഭത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന്റെ നടുവിലത്തെ പത്ത്, നമ്മൾ നിലകൊള്ളുന്ന പത്തിനെ പറ്റി പറഞ്ഞത് എന്താ? റമദാനിന്റെ രണ്ടാമത്തെ പത്തെന്ന് പറയുന്നത് പാപമോചനത്തിന്റെ പത്താണ്, ഇസ്തിഗ്ഫാറിന്റെ പത്താണ്. ഒരു സഹാബി വിശുദ്ധ മദീന മുനവറയിൽ രണ്ട് കൈയും തലയിൽ വെച്ച് വാ കസ്റത്തു ദുനൂബ, കരഞ്ഞുകൊണ്ട് എന്റെ പാപം അധികരിച്ചു പോയല്ലോ, എന്റെ തെറ്റുകുറ്റങ്ങൾ അധികരിച്ചു പോയല്ലോ എന്നും പറഞ്ഞ് മദീനയുടെ, മദീനത്തുൽ മുനവ്വറയുടെ ആ ചെറിയ ഇടുക്ക് വഴികളിലൂടെ കരഞ്ഞുകൊണ്ട് പോവുകയാണ്. ഇത് ഹബീബായ മുസ്തഫായ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുവാവിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ കരയുന്നത്? ആ യുവാവ് പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുന്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം,
എന്റെ പാപങ്ങൾ അധികരിച്ചു പോയി, ഞാൻ അതിന്റെ പേരിൽ വിഷമിച്ച് കഴിയുകയാണ്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് അൽഹംദുലില്ലാഹ് നല്ലൊരു മനസ്സുണ്ട്. നിന്റെ ഹൃദയത്തിൽ ഉണ്ടായ ഒരു ഖേദം, ആ ദുഃഖം, ഇതാണല്ലോ തൗബ. തൗബത്തു അന്നദും. തൗബ എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ ഉണ്ടാവുന്ന ഖേദമാണ്. അതോടൊപ്പം ആ സ്വഹാബിക്ക് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു, നീ ഇങ്ങനെ പറ, നിന്റെ കടലിന്റെ തിരമാലകൾക്ക് തുല്യമായ പാപവും അള്ളാഹു കൊടുത്തു തരും ഈ വേദനയോടെ പറഞ്ഞാൽ, ഈ ഒരു ഖേദത്തോടെ പറഞ്ഞാൽ, അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി വറഹ്മതുക അർജാ ഇൻദി മിൻ അമലി. ഇതാ സ്വഹാബിക്ക് മാത്രമല്ല നമ്മളും ദിനം പ്രതി അള്ളാഹുവിനോട് ഈ നിലയിലുള്ള വചനങ്ങൾ പറഞ്ഞാൽ, അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി, പടച്ചവനെ, ഞാൻ ചെയ്ത പാവങ്ങളെക്കാൾ നിന്റെ പാപമോചനം വിശാലമാണല്ലോ. വറഹ്മതുക അർജാ ഇൻദി മിൻ അമലി, എന്റെ അമലുകളെക്കാളും എനിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത് റബ്ബേ നിന്റെ കാരുണ്യമാണ്. ഈ അർത്ഥം വരുന്ന വചനം ഒരു 3 തവണ പറയാൻ ആ സ്വഹാബിയോട്, ആ യുവാവിനോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും, ആ സ്വഹാബി അത് കേട്ട ഉടനെ വലിയ സന്തോഷത്തോടെ എനിക്ക് കിട്ടിയ വലിയ നിധിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്വഹാബി പറഞ്ഞു, അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി വറഹ്മതുക അർജാ ഇൻദി മിൻ അമലി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയി തങ്ങൾ പറഞ്ഞു, നിന്റെ എല്ലാ പാവങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു തന്നിരിക്കുന്നു. ഇനി നല്ല അമലുകൾ ചെയ്ത് നീ ജീവിച്ചു. അള്ളാഹു എത്ര വലിയ കാരുണ്യവാനാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന് യാതൊരു അതിരുകളുമില്ല. നമ്മൾ എത്ര തെറ്റ് ചെയ്താലും അള്ളാഹു നമ്മളെ വിളിക്കുന്നത് എന്താ? എന്റെ അടിമകളെ, ഓ എന്റെ അടിയാറുകളെ. നമുക്കറിയാം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു അറിയിക്കുകയാണ്, എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്ക്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് അതിക്രമങ്ങൾ കാണിച്ച് അഥവാ തെറ്റുകുറ്റങ്ങൾ ചെയ്ത്, ആ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നത് സ്വന്തം ശരീരത്തോട് തന്നെ ചെയ്യുന്ന അതിക്രമമാണ്. കാരണം ഓരോ തെറ്റിന്റെയും നാശവും നഷ്ടവും അനുഭവിക്കേണ്ടത് ഈ ശരീരം തന്നെയാണ്, ഈ റൂഹ് തന്നെയാണ്. നാളെ പരലോകത്ത് അവൻ എന്ത് തെറ്റ് ചെയ്തോ ആ തെറ്റിന്റെ തിക്തഫലം മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി, അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടത് ആ തിന്മകൾ ചെയ്തവർ തന്നെയാണ്. അത് അള്ളാഹുവിനൊന്നുമല്ല. നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ദുനിയാവിൽ ജീവിക്കുമ്പോൾ ആ തെറ്റുകളുടെ കറകൾ അത് ഹൃദയത്തിൽ അലിഞ്ഞു ചേരും. ഒരു തെറ്റ് ചെയ്താൽ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു കറുത്ത അടയാളം വീഴും. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ തെറ്റുകൾ അധികരിക്കും തോറും ആ കറുത്ത അടയാളങ്ങൾ കൂടിക്കൂടി വരും. കല്ല വൽറാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഓരോരുത്തരും ചെയ്യുന്ന ചെയ്തികൾ, അവരുടെ തെറ്റുകുറ്റങ്ങൾ കാരണമായി ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ കടുത്ത് കഠിനമുള്ളതായി പോകും. ആ ഹൃദയത്തിന്റെ മയം നഷ്ടപ്പെട്ടു പോകും. ഒരു നന്മയും ആ ഹൃദയം സ്വീകരിക്കാത്ത അവസ്ഥയിൽ ശീലവെക്കപ്പെട്ട അവസ്ഥയിലാണ്. ആ ഹൃദയത്തിന്റെ പാപത്തിന്റെ കറ ദൂരീകരിക്കാനുള്ള വഴി എന്താണ്? അള്ളാഹുവിനോട് തൗബ ചെയ്യലാണ്, ഇസ്തിഗ്ഫാർ ചെയ്യലാണ്. പ്രത്യേകിച്ചും പരിശുദ്ധമായ റമളാനിന്റെ ഈ സന്ദർഭം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട സന്ദർഭമാണ്. രാവും പകലും അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി വറഹ്മതുക അർജാ ഇൻദി മിൻ അമലി. ഈ വചനം നമ്മളും ഒരു 3 തവണയെങ്കിലും, കുറഞ്ഞതൊരു 3 തവണയെങ്കിലും പറഞ്ഞാൽ നമുക്കും അള്ളാഹുവിന്റെ ഔദാര്യം ഏറ്റുവാങ്ങാൻ പറ്റും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അറിയിക്കുകയാണ്, യാ ഇബാദി, ഓ എന്റെ അടിമകളെ, നിങ്ങൾ ജീവിതത്തിൽ അരുതായ്മകൾ തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ഇനി ഞാനുമായി എങ്ങനെ സമീപിക്കും? പടച്ചതമ്പുരാന്റെ മുന്നിലേക്ക് എങ്ങനെ കടന്നു ചെല്ലും? നമുക്കറിയാമല്ലോ, ഒരു ഉമ്മയുമായി ഒരു വാപ്പയുമായി വഴക്കടിച്ച് എന്തെങ്കിലുമൊക്കെ തോന്നിയവാസം കാണിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ മകൻ തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടിന്റെ പടിയെത്തുമ്പോൾ ഒരു ചെറിയ അറപ്പ്, ഒരു ചെറിയ വൈമനസ്യം, ഒരു ചെറിയ പ്രയാസം. എങ്ങനെ ഞാൻ ഉമ്മാന്റെ അടുക്കിലേക്ക് പോകും? എങ്ങനെ വാപ്പാന്റെ അടുക്കിലേക്ക് പോകും? ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങി ചെന്നതാണല്ലോ, ഇനി എങ്ങനെ പോകും? പക്ഷെ ആ ഉമ്മ വാരി പുണരാൻ തയ്യാറാണ്. കയറി വന്നാൽ ആ ഉമ്മ അവനെ സ്വീകരിക്കാൻ തയ്യാറാണ്, ആ വാപ്പ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇതിനേക്കാളും വലിയ കാരുണ്യമാണ് പടച്ച തമ്പുരാൻ. അവൻ വിളിക്കുകയാണ്, എത്ര തെറ്റ് ചെയ്താലും നീ എന്റെ അടിമയാണ്. യാ ഇബാദി, അള്ളാഹുവിന്റെ ആ കാരുണ്യത്തിന്റെ വിളി, ഓ എന്റെ അടിമകളെ, ഓ എന്റെ അടിയാറുകളെ, ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്, നിങ്ങൾ ആരും അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്തിൽ നിന്നും നിരാശപ്പെട്ടു പോവേണ്ട. എന്നിട്ട് അള്ളാഹു പറയുന്ന കാരണം എന്താ? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാവങ്ങളും മൊത്തമായി പുറത്തു തരാൻ അള്ളാഹുവിന് കഴിയും. കാരണം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു അവനെ പരിചയപ്പെടുത്തുന്നത് ഞാൻ വലിയ കരുണയുള്ളവനാണ്, വളരെ കൂടുതൽ പുറത്തു കൊടുക്കുന്നവനാണ്. ആ പടച്ചവനോട് നമ്മൾ ഈ പരിശുദ്ധമായ റമദാനിൽ മഗ്ഫിറത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ എത്രത്തോളം അള്ളാഹുവിന്റെ കരുണയുണ്ടെന്ന് പറഞ്ഞാൽ, ഇന്ന് കിഴക്കുദിക്കുന്ന സൂര്യൻ ഒരു ദിവസം വരും, അത് പടിഞ്ഞാറ് ഉദിക്കും. ആ
ആ പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്നതോടുകൂടി തൗബയുടെ കവാടം അല്ലാഹു അടച്ചു കളയും. അതിനു മുമ്പ് ഒരടിമ തൗബ ചെയ്ത് കഴിഞ്ഞാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ താബ ഖബല അൻ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ താബല്ലാഹു അലൈഹി റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം അലൈഹി റഹ്മ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരടിമ സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കും മുമ്പ് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അവന്റെ തൗബ സ്വീകരിക്കാൻ പടച്ചവൻ തയ്യാറാണ്. ഇന്ന് കിഴക്കുദിക്കുന്ന സൂര്യൻ എല്ലാ ദിവസവും പടിഞ്ഞാറ് അസ്തമിക്കും. ഓരോ ദിവസവും അത് പിന്നീട് വന്ന് ഉദിക്കുന്നത് എങ്ങനെയാണ്? ആ അസ്തമിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അർശിന്റെ ചുവട്ടിൽ പോയി സുജൂദ് ചെയ്യും ഈ സൂര്യൻ. എന്നിട്ട് രാവിലെ ഞാൻ ഉദിച്ചോട്ടെ എന്ന അനുവാദം ചോദിക്കും. അള്ളാഹു അനുവാദം കൊടുക്കുമ്പോൾ പതിവ് പോലെ പിറ്റേ ദിവസം കിഴക്ക് വന്ന് ഉദിക്കും. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ കുറെ നാളുകൾ കഴിയുമ്പോൾ പതിവ് പോലെ സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കും. അള്ളാഹുവിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്തിട്ട് അള്ളാഹുട് ചോദിക്കും, പടച്ചവനെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദിച്ചതുപോലെ കിഴക്ക് പോയി ഉദിച്ചോട്ടെ. ഒരു ദിവസം അള്ളാഹു പറയും, ഇനി ഉദിക്കണ്ട. കിഴക്കുദിക്കാൻ അള്ളാഹു അനുവാദം കൊടുക്കുകയില്ല. അങ്ങനെ ആ സൂര്യൻ കിഴക്കുദിക്കാൻ വരികയില്ല. എവിടെ അസ്തമിച്ചോ അവിടെ നിന്ന് ഉദിക്കും. അതാണ് ഖിയാമത്തിന്റെ അവസാനത്തെ അടയാളങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട അടയാളമാണ് കിഴക്കുദിച്ചുകൊണ്ടിരുന്ന സൂര്യൻ ഒരു ദിവസം പതിവ് പോലെ അള്ളാഹുവിന്റെ മുമ്പിൽ അനുവാദം ചോദിക്കുമ്പോൾ അന്ന് കിഴക്കുദിക്കാൻ അനുവാദം കൊടുക്കാതെ വരുമ്പോൾ പടിഞ്ഞാറ് ഉദിക്കും. അതോടുകൂടി തൗബയുടെ കവാടം അടയ്ക്കും. അതുവരെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിയാൽ ഉൾക്കൊള്ളാൻ അള്ളാഹു തയ്യാറാണ്. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ലൗ അഖ്തഉതും, നിങ്ങളുടെ തിന്മകൾ എത്ര അധികരിച്ചു, ഹത്താ തബലുഗ സമ, ആകാശം മുട്ടുക തെറ്റ് ചെയ്തു, സുമ്മ തുബുത്തും ഇലല്ലാഹ്, പിന്നെ നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ നിങ്ങളുടെ തൗബ സ്വീകരിക്കാൻ അള്ളാഹു സന്നദ്ധനാണ്. അള്ളാഹു അത്ര വലിയ കരുണയുള്ളവനാണ്. അള്ളാഹു അത്ര വലിയ വിശാലതയുള്ളവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പാപമോചനത്തിനായി നൽകിയിരിക്കുന്ന പരിശുദ്ധമായ റമദാനിന്റെ വളരെ പ്രധാനപ്പെട്ട സന്ദർഭമാണ്. ഇനി കുറഞ്ഞ ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ തിന്മയിൽ നിന്ന് തൗബ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു എത്രത്തോളം വലിയ കാരുണ്യവാനാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ സൂക്ഷിപ്പുകാരായ മലക്കുകളുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകളും തിന്മകളും വേർതിരിച്ച് ആ സൂക്ഷിപ്പുകാരായ മലക്കുകൾ അവരിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കും. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ തെറ്റുകളും ഈ മലക്കുകൾ മറക്കുകയില്ല. അവർ ഓർത്തിരിക്കുകയാണ്, അവർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പക്ഷെ അള്ളാഹുവിന്റെ കാരുണ്യം, ഒരടിമ നാം അള്ളാഹുവിലേക്ക് ചെയ്ത കുറ്റങ്ങൾ തെറ്റുകൾ ഏറ്റുപറഞ്ഞ്, റബ്ബേ എനിക്ക് നീ പുറത്തു തരണേ നാഥ, അള്ളാഹുവേ ഇനി ആ തെറ്റുകളിലേക്ക് ഞാൻ മടങ്ങുകയില്ല പടച്ചവനെ, എന്നിട്ട് ആ നിലയിൽ അവൻ കരഞ്ഞ് സങ്കടപ്പെട്ട് ഖേദിച്ച് പടച്ചവനിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇദാ താബൽ അബ്ദു മിൻ ദുനൂബിഹി, ഒരടിമ അവൻ ചെയ്ത തെറ്റുകുറ്റങ്ങളിൽ നിന്നും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ അൻസല്ലാഹുൽ ഹഫലത, സൂക്ഷിപ്പുകാരായ മലക്കുകൾ ഉണ്ടല്ലോ, അവരെ അള്ളാഹു ആ തെറ്റുകൾ മറപ്പിച്ചു കളയും. ഹത്താ യൽഖല്ലാഹ യൗമൽ ഖിയാമ വലൈസ അലൈഹി ഷാഹിദും മിനല്ലാഹി ബിദംബിൻ. നാളെ പടച്ചതമ്പുരാന്റെ മുന്നിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് സാക്ഷി പറയാൻ ഒരു മഖ്ലൂക്കും, ഒരു പടപ്പ് പോലുമില്ല, ഒരു മലക്ക് പോലും ഇല്ലാത്ത നിലയിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കി തരും. എത്ര വലിയ കരുണയാണ്, എത്ര വലിയ കാരുണ്യവാനാണ്. അള്ളാഹുവിലേക്ക് നാം ഒന്ന് ഒരല്പം അനങ്ങിയാൽ മതി, അള്ളാഹു നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ഒരു ഹദീസിൽ വരുന്നുണ്ട്, അള്ളാഹു അറിയിക്കുകയാണ്, നീ എനിക്ക് വേണ്ടി ഒന്ന് എഴുന്നേറ്റ് നിൽക്ക്, ഖും ഇലയ്യ അംശിയിലെ, നീ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ നീ എഴുന്നേറ്റതല്ലേ ഉള്ളൂ, എൻ്റെ അടുക്കിലേക്ക് വന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ മാറി നിൽക്കൂല, ഞാൻ നിന്നിലേക്ക് നടന്നു വരുന്നതാണ്. നീ എന്നിലേക്ക് നടന്നു വാ, വംശി ഇലയ്യ, നീ എന്നിലേക്ക് നടന്നു വാ. നീ നടന്നല്ലേ വന്നത് എൻ്റെ അടിമ, എന്റെ സൃഷ്ടി, ഞാൻ എന്തിനാ അവനെ പരിഗണിക്കുന്നത്? അതല്ല അള്ളാന്റെ ദയം. അള്ളാഹു പറയുന്നു, ഓ ഹറുബിലു ഇലൈക്, ഞാൻ നിന്നിലേക്ക് ഓടി വരും. അള്ളാഹുവിന്റെ കരുണ അത്രയും വിശാലമാണ്. അള്ളാഹു അത്ര വലിയ കാരുണ്യവാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാനിൽ നമുക്ക് അള്ളാഹുവിനോട് ചെയ്യാൻ പറ്റുന്ന രാപകലുകൾ, ആ റമദാന്റെ വിശുദ്ധിയുടെ, ആ പരിശുദ്ധമായ റമദാന്റെ രാപകലുകൾ ധാരാളമായി അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇതേപോലെ അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി, ഈ വചനങ്ങളെല്ലാം പറഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ ഒന്ന് കണ്ണുനീര് തുള്ളി ഒഴിപ്പിച്ചാൽ, ഒരല്പം ഒന്ന് കരഞ്ഞാൽ, വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാളത് ഐനാഹ്, 7 വിഭാഗം ജനങ്ങൾ, അവർക്ക് അല്ലാഹു അർശിന്റെ തണല് കൊടുക്കും. അതിലൊരു വിഭാഗമാണ് വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ, ഏതൊരു വ്യക്തി, ഏതൊരു അടിമ അള്ളാഹുവിനെ ഓർത്ത് ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്. പടച്ചവനെ, ഞാൻ മരണപ്പെട്ട് നിന്റെ അടുക്കിലേക്ക് വരേണ്ടവനാണല്ലോ,
ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എന്റെ ജീവിതത്തിൽ ബാക്കിയായിട്ടുണ്ടല്ലോ നാഥ. ഈ പാപത്തിന്റെ ഭാരവുമായി ഞാൻ നാളെ നിന്റെ മുമ്പിലേക്ക് വന്നാൽ നീ എന്നെ ഏത് നിലയിലായിരിക്കും അവഗണിക്കുന്നത്? അതുകൊണ്ട് റബ്ബേ, ഞാൻ ചെയ്തു പോയ പാപങ്ങളെല്ലാം എനിക്ക് നീ പുറത്തു തരണേ എന്ന് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ വിളിച്ച് കരയാൻ തയ്യാറായി കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ പാവങ്ങൾ പൊറുക്കും എന്ന് മാത്രമല്ല, നാളെ പടച്ച തമ്പുരാന്റെ സിംഹാസനത്തിന്റെ അർശിന്റെ തണല് തന്ന് നമ്മൾ ആദരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമദാനിന്റെ ഒരു പ്രത്യേക അമലാണ് അള്ളാഹുവിന്റെ പൊറുക്കലിനെ തേടുക. ഇതേപോലെ തന്നെ ദുആ സ്വീകരിക്കപ്പെടുന്ന സന്ദർഭമാണ്. വിശുദ്ധ റമദാനിൽ ദുആയ്ക്ക് വലിയ പ്രാധാന്യമാണ്. വിശുദ്ധ റമദാന്റെ ആയത്തോട് കൂടി തന്നെയാണ് വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ. ആ റമദാന്റെ ആയത്തിനോട് ചേർന്ന് തന്നെ ദുആഇന്റെ പ്രാധാന്യം അല്ലാഹു വിളിച്ചറിയിക്കുകയാണ്. അടിമകൾ അവന്റെ ആവശ്യങ്ങൾ റബ്ബിനോട് ചോദിക്കണം. ഓരോ പരിശുദ്ധമായ റമദാന്റെ രാത്രിയിലും പകലിലും സ്വീകരിക്കപ്പെടുന്ന ദുആക്കളുണ്ട്, സ്വീകരിക്കപ്പെടുന്ന ദുആഇന്റെ അവസ്ഥയുണ്ട്. ഹദീസിൽ കാണാം, സലാസത്തുൻ ലാ തുറദ്ദു ദഅവത്തുഹും, 3 വിഭാഗം ആളുകളുടെ ദുആക്കൾ തള്ളപ്പെടുന്നതല്ല. അതിലൊന്ന് ദഅവത്തു സ്വായിം, നോമ്പുകാരന്റെ ദുആയാണ്. അതിൽ ഒരു റിവായത്തിൽ കാണാം ഹത്താ യുഫ്തിറ എന്നും ഹീന യുഫ്തിറ എന്നും, നോമ്പ് തുറക്കാൻ പോകുന്ന സമയത്തുള്ള ദുആ, ഇതേപോലെ നോമ്പ് തുറക്കുന്നത് വരെയും നോമ്പുകാരന്റെ ദുആ. രണ്ടും നമുക്ക് വലിയ പ്രതീക്ഷയാണ്. ഇഫ്താറിന്റെ സമയം, മഗ്രിബിന് അടുക്കുന്ന സമയം, പ്രിയപ്പെട്ടവരെ, ആഹാര വിഭവങ്ങൾക്ക് മുമ്പിൽ കാത്തിരിക്കേണ്ടവരല്ല. നമ്മുടെ കൈകൾ അള്ളാഹുവിലേക്ക് ഉയരണം. അള്ളാഹുവിന് ലജ്ജയാണ് ഒരടിമ അള്ളാഹുവിലേക്ക് 2 കൈകളും നീട്ടിയിട്ട് ആ കയ്യിൽ ഒന്നും കൊടുക്കാതെ മടക്കി അയക്കുക എന്നത് അള്ളാഹു അവന്റെ മാന്യതയ്ക്ക് ചേർന്നതല്ല എന്ന് അള്ളാഹു അറിയിക്കുകയാണ്. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ റബ്ബ് തരാൻ സന്നദ്ധനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട ദുആയാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് മാപ്പിനെ ചോദിക്കണം, അതോടൊപ്പം ആഫിയത്തിനെയും ചോദിക്കണം. ഫഇന്ന അഹദൻ ലം യുഅത ബദൽ യഖീനി ഖൈറൻ മിനൽ ആഫിയ. അല്ലാഹു തആല ഒരടിമകൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാൻ യഖീനിന് ശേഷം ഏറ്റവും അത്യുത്തമമായ സംഗതി ആഫിയത്താണ്. ദുനിയാവിലും ആഫിയത്ത് വേണം, നാളെ ആഖിറത്തിൽ നമുക്ക് ആഫിയത്ത് വേണം. അതുകൊണ്ട് റസൂലുള്ളാഹി ഞങ്ങളുടെ ദുആയായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ മുആഫാത ഫിദ് ദുനിയ വൽ ആഖിറ. പടച്ചവനെ, ദുനിയാവിലും ആഖിറത്തിലും പരലോകത്തും വലിയ ആഫിയത്ത് തരണേ പടച്ചവനെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുആയ്ക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു മാസമാണ് വിശുദ്ധ റമദാൻ, പ്രത്യേകിച്ച് നോമ്പ് സമയം. ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആയുധം അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ വ ഇമാദുദ്ദീൻ വ നൂറുസ് സമാവാതി വൽ അർള്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുആ എന്ന് പറയുന്നത് മുഅ്മിനിന്റെ ആയുധമാണ് എന്ന് മാത്രമല്ല, അത് ദീനിന്റെ തൂണാണ്. അത് മാത്രവുമല്ല, ഭൂമിയുടെയും ആകാശങ്ങളുടെയും എല്ലാം പ്രകാശമാണ്. ഒരു ദുആ എത്ര അധികരിക്കുന്നോ അതനുസരിച്ച് അൽഹംദുലില്ലാ നമുക്ക് അള്ളാഹുവിൽ നിന്നും പ്രതീക്ഷിക്കാം. നിങ്ങൾ ദുആ വളരെ കൂടുതലായി ചെയ്യൻ. ഒരിക്കൽ ഹബീബായ തങ്ങൾ പറഞ്ഞു, നിന്റെ പ്രയാസങ്ങളിൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് സന്തോഷവും സമാധാനവും നിനക്ക് ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ദുആ അധികരിപ്പിച്ചുകൊള്ളട്ടെ. മൻ സർറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു ഇൻദ ശദാഇദ്, പ്രയാസങ്ങളുടെ ഘട്ടത്തിൽ അവന്റെ ദുആയ്ക്ക് പ്രത്യുത്തരം കിട്ടണമെന്നുള്ള കാര്യം ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ ഫൽയുക്സിർ മിനദ് ദുആഇ ഫിർ റഖാ, സന്തുഷ്ട നാളുകളിൽ, യാതൊരു പ്രശ്നങ്ങളും അലട്ടാത്ത സന്ദർഭങ്ങളിൽ ധാരാളമായി ദുആ ചെയ്തുകൊള്ളിൻ. അള്ളാഹു പ്രയാസങ്ങളുടെ ഘട്ടത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരും. അന ഇന്ദ ലന്നി അബ്ദി ബി, ഞങ്ങളുടെ ഹദീസാണ്, ഖുദ്സിയ ഹദീസ്. അള്ളാഹ് അറിയിക്കുകയാണ്, ഒരടിമ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുമ്പോൾ അള്ളാഹു നമ്മളെ കുറിച്ചും നല്ലത് വിചാരിക്കും. എന്റെ ദുആ പടച്ച തമ്പുരാൻ സ്വീകരിക്കും. എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിഅമത്തുകൾ വാരിക്കോരി തരും. റബ്ബിനോട് ദുആ ചെയ്താൽ അവൻ തള്ളുകയില്ല. ആ ഒരു വലിയ പ്രതീക്ഷയോടുകൂടി എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമദാന്റെ രാപകലുകൾ ദുആയിൽ നാം വളരെ കൂടുതൽ നിഷ്ഠയുള്ളവരായി തീരണം. നമ്മുടെ ആയുധമാണ്, നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിലുള്ള വലിയ അംഗീകാരമാണ്, പരിശുദ്ധ ദീനിന്റെ തൂണാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രത്തോളം ദുആ ചെയ്യുന്നോ, ഒന്നെങ്കിൽ അള്ളാഹു ആ ദുആ ചെയ്ത് തന്നെ നമുക്ക് തരും, ഇല്ലെങ്കിൽ വലിയ ബലാമുസീബത്തുകൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, അപകടങ്ങൾ ആ ദുആ നിമിത്തമായി അള്ളാഹു മാറ്റിത്തരും. ഇതൊന്നും ഈ ഭൗതിക ലോകത്ത് അനുഭവിക്കാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ ചെയ്ത ദുആ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നാളെ സ്വർഗത്തിലെത്തുമ്പോൾ അള്ളാഹു നമുക്ക് വാരി കോരി തരുമ്പോൾ
ആ ദുആ സ്വീകരിക്കാത്ത അടിമ റബ്ബിന്റെ മുന്നിൽ പറയും, ആഗ്രഹിച്ചു പോകും, എന്റെ ഒരു ദുആ പോലും ദുനിയാവിൽ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ കാലാകാലം ആസ്വദിക്കാനുള്ള ആസ്വാദനത്തിന്റെ, ആഹ്ലാദത്തിന്റെ, സന്തോഷത്തിന്റെ ഈ സ്വർഗത്തിൽ എനിക്ക് എല്ലാ നിഅമത്തുകളും ഇനിയും ആസ്വദിക്കാമായിരുന്നല്ലോ, ഒരു ദുആയും എന്റെ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുആ ഒരിക്കലും പാഴാവുകയില്ല. ദുആ വലിയൊരു അമലാണ്, ഒരു മോമിനിന്റെ ഏറ്റവും വലിയ അമലാണ്. അദ്ദുആഉ മുഖ്ഫുൽ ഇബാദ, ആരാധനകളുടെ കാതലായ ഭാഗമാണ് ദുആ. അതുകൊണ്ട് നമ്മൾ അലസമായി ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. നമ്മൾ രണ്ട് കൈകളും അള്ളാഹുവിലേക്ക് ഉയരണം, കൈയിന്റെ വെളുത്ത ഭാഗത്തേക്ക് നോക്കണം, കിബിലയ്ക്ക് അഭിമുഖമായി ഇരിക്കണം, പ്രതീക്ഷയോടുകൂടി ഇരിക്കണം, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം, മര്യാദയോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ ഇരിക്കണം, ദുആയ്ക്കൊന്നും വുളൂ ചെയ്യണം, സദഖകൾ ചെയ്യണം. ദുആഇന്റെ ആരംഭത്തിൽ അള്ളാഹുവിനെ വാഴ്ത്തണം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് സലാം ചെല്ലണം. ദുആഇന്റെ ഇടയിൽ മാതാപിതാക്കൾക്ക് വേണ്ടി മഗ്ഫിറത്തിനും മർഹമത്തിനും വേണ്ടി ദുആ ചെയ്യണം. ഇങ്ങനത്തെ ദുആക്കൾ പ്രിയപ്പെട്ടവരെ അള്ളാഹു സ്വീകരിക്കും. ആ നിലയിൽ നമ്മൾ ദുആക്കൾ ധാരാളമായി അധികരിപ്പിക്കാൻ. പരിശുദ്ധ റമളാനാണ്. ഇതേപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രിയിലുള്ള നമസ്കാരം, തറാവി നമസ്കാരം കൊണ്ട് മാത്രം നമ്മൾ സായുജ്യം അടയാൻ പാടില്ല. രാത്രിയുള്ള പ്രത്യേകമായ ഖിയാമുൽ ലൈലുകൾ, തഹജ്ജുദിന്റെ നമസ്കാരങ്ങൾ, പ്രത്യേകിച്ചും റമളാനിൽ നമ്മൾ തുടങ്ങി നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെയും കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അമലാണ് തഹജ്ജുദിന്റെ നമസ്കാരം. ഒരു 2 റക്അത്തെങ്കിലും നമ്മൾ നിരന്തരമായി പതിവാക്കി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്, അഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ, റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം അലൈഹി റഹ്മത്തുള്ളാഹിക്കുന്ന ഹദീസാണ്. ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം അല്ലാഹുവിന്റെ മുമ്പിൽ വലിയ സ്ഥാനമുള്ള, വലിയ മഹാത്മ്യമുള്ള നമസ്കാരമാണ് പരിശുദ്ധമായ തഹജ്ജുദ് നമസ്കാരം. അത് മുഅ്മിനീങ്ങളുടെ പതിവാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുന്നുണ്ട്, ഫഇന്നഹു ദഅബുസ് സാലിഹീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ സാലിഹീങ്ങളുടെ പതിവാണ്. കാരണം പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ 1 മണിക്കൂർ സമയമുണ്ട്. അതേത് സമയമാണെന്നറിയില്ല. രാത്രിയിൽ ഒരു മണിക്കൂർ സമയം, അന്ത്യയാമങ്ങൾ, രാത്രിയുടെ ആ അർദ്ധരാത്രി കഴിഞ്ഞാൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സമയം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരടിമ ദുനിയാവിന്റെയോ ആഖിറത്തിന്റെ എന്തെങ്കിലും ഖൈറുകൾ ചോദിച്ചാൽ അള്ളാഹു തീർച്ചയായും കൊടുക്കും. ഇന്ന ഫിൽ ലൈലി ലസഅ, രാത്രിയിലുള്ള പ്രധാനപ്പെട്ട സമയമുണ്ട്. ലാ യുവാഫിഖുഹാ റജുലുൻ മുസ്ലിമുൻ, ആ സമയത്തൊരു മുസ്ലിമായ വ്യക്തി അള്ളാഹുവിനോട് എന്തെങ്കിലും ദുആ ചെയ്ത് കഴിഞ്ഞാൽ, യസ്അലുല്ലാഹ ഖൈറൻ മിനദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിന്റെയോ ആഖിറത്തിന്റെയോ നന്മകൾ പടച്ചവനോട് ചോദിച്ചാൽ ഇല്ല അഅതാഹു ഇയ്യ, അവന് കൊടുക്കാതിരിക്കില്ല, കൊടുക്കുക തന്നെ ചെയ്യും. വദാലിക കുല്ല ലൈല, എല്ലാ രാത്രിയിലും ആ ഒരു സമയമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ആ പരിശുദ്ധമായ തഹജ്ജുദിന്റെ നമസ്കാരം വളരെ പ്രത്യേകമായി കണ്ടുകൊണ്ട്, കാരണം ഇന്ന ഫിൽ ജന്നത്തി ഉറഫ, പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരു ചില റൂമുകൾ അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്താ? യുറാ ലാഹിറുഹാ മിൻ ബാത്തിനിഹാ വബാത്തിനുഹാ മിൻ ലാഹിരിഹാ, അതിന്റെ വെളിയിൽ നിന്ന് നോക്കിയാൽ ഉള്ളു കാണാൻ പറ്റും, ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറം ലോകം കാണാൻ പറ്റും. അങ്ങനത്തെ മനോഹരമായ റൂമുകൾ ആർക്കാ പടച്ചവൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? അഅദ്ദഹുല്ലാഹു ലിമൻ അത്അമ അത്അം വഅഫ്ശ അസ്സലാം വസല്ലാ ബില്ലൈലി വന്നാസു നിയാം. 3 വിഭാഗം ആളുകൾ. ഒന്ന്, നിരന്തരമായി ആരെ കണ്ടാലും മുസ്ലിമീങ്ങളോട് സലാം പറയുക. നമ്മുടെ ഗുണമാണ്, ഒരു മുസ്ലിമിന്റെ ഗുണമാണ് കണ്ടാൽ സലാം പറയും. മദീനയിൽ എത്തിയ ഉടനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാരായ മുഴുവൻ ആളുകളെയും വിളിച്ചെടുത്തിട്ട് അവർക്ക് കൊടുത്ത ആദ്യത്തെ ഉപദേശം എന്താണ്? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മദീനയിൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയ ആദ്യം ഞങ്ങൾക്ക് നൽകിയ ഉപദേശം, അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി തങ്ങൾ ഒരു കള്ളനല്ല, തങ്ങൾ പറയുന്നത് ഒരു കള്ള വാക്കല്ല എന്ന് മദീനക്കാരനായി എനിക്ക് ആദ്യം മനസ്സിലായത്. തങ്ങൾ മുഴുവൻ ജനങ്ങളെ വിളിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞത് അയ്യോ അന്നാസ്, അല്ലയോ ജനങ്ങളെ, എല്ലാവരും ഒരുമിച്ചുകൂടി എന്ന് മദീനയിൽ പല ആളുകളുമുണ്ട്. ഞങ്ങളോട് ആദ്യം പറഞ്ഞ അഫ്ഷുസ് സലാം, നിങ്ങൾ സലാം വ്യാപകമാക്കണം. വഅതിഉ തആം, നിങ്ങൾ ഭക്ഷിപ്പിക്കണം. വസിലുൽ അർഹാം, നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കണം. വസല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ രാത്രി തഹജ്ജുദ് നമസ്കരിക്കണം. തദ്ഖുലു ജന്നത റബ്ബിക്കും ബിസലാം, എങ്കിൽ വളരെ സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. നമ്മുടെ വിഷയം രാത്രിയിലുള്ള തഹജ്ജുദ് നമസ്കാരം. നമുക്ക് സലാമത്തോടുകൂടി സന്തുഷ്ടരായി പരിശുദ്ധമായ സ്വർഗത്തിൽ കയറാനുള്ള അമലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധമായ തഹജ്ജുദ് നമസ്കാരം. നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു അവന്റെ മുഴുവൻ അടിയാറുകളെയും ഒരുമിച്ച് കൂട്ടും. യുഹ്ശറു നാസു ഫീ സഈദിൻ വാഹിദിൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു അവന്റെ മുഴുവൻ അടിയാറുകളെയും ഒരുമിച്ച് ചേർക്കും. എന്നിട്ട് ഫയുനാദി മുനാദിൻ, ഒരു മലക്ക് വിളിച്ചു ചോദിക്കും,
അയിനല്ലദീന കാനത്ത് തതജാഫാ ജുനൂബുഹും അനിൽ മളാജി. രാത്രി കിടപ്പറയിൽ നിന്നും എഴുന്നേറ്റ് അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ച, തഹജ്ജുദ് നമസ്കരിച്ച ഭാഗ്യവാന്മാർ എവിടെ? കുറഞ്ഞ ആളുകൾ. ഫയഖൂമൂന വഹും ഖലീൽ, കുറഞ്ഞ ആളുകൾ അവർ എഴുന്നേറ്റ് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് വരും. ഫയദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്, അവർ വിചാരണ കൂടാതെ അള്ളാഹു സ്വർഗത്തിലേക്ക് കയറ്റിവിടും. എത്ര വലിയ സന്തോഷമാണ്, എത്ര വലിയ ആനന്ദമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് കയറ്റിവിടുന്ന വലിയ ഭാഗ്യവാന്മാര് അതിൽ ഉൾപ്പെടുക എന്നത് എത്ര വലിയ സ്ഥാനമാണ്. അതിൽ പ്രിയപ്പെട്ടവരെ, നമ്മള് സ്വന്തം ഉണരുക, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ വേണ്ടപ്പെട്ട വിളിച്ചുണർത്തുക. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുണ്ട്, ഒരാളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അയാൾ രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ചു, ശേഷം ഭാര്യയെ വിളിച്ചുണർത്തി, അങ്ങനെ അവളും എഴുന്നേറ്റ് നമസ്കരിച്ചു. അവൾ ഉണരാൻ വിസമ്മതിച്ചാൽ അയാൾ അവളുടെ മുഖത്ത് സ്നേഹത്തോടെ, വാത്സല്യത്തോടെ അല്പം വെള്ളം തെളിക്കും. അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അതേപോലെ ഒരു ഭാര്യ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അവൾ രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ചു, പിന്നീട് ഭർത്താവിനെ വിളിച്ചുണർത്തി അയാളും നമസ്കരിച്ചു. ഇനി അഥവാ ഭർത്താവ് എഴുന്നേക്കാൻ അല്പം വൈമനസ്യം കാണിച്ചാൽ അയാളുടെ മുഖത്ത് അല്പം സ്നേഹത്തോടെ വെള്ളം തെളിച്ചു. അങ്ങനത്തെ ആണുങ്ങളെ, പെണ്ണുങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ്. നമ്മൾ ഉണരണം, നമ്മുടെ ഭാര്യമാരെ വിളിച്ചുണർത്തണം. പ്രത്യേകിച്ചും റമദാൻ അവസാനത്തെ 10 സമാഗതമാവുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ റമദാന്റെ അവസാനത്തെ 10 പ്രവേശിച്ചാൽ തങ്ങളുടെ സ്വഭാവം എന്താ? അഹിയൽ ലൈൽ, രാത്രിയെല്ലാം ഹയാത്താക്കും, രാത്രി ഉറങ്ങി തീർക്കുകയില്ല. തങ്ങൾ രാത്രി ഇബാദത്ത് കൊണ്ട് സജീവമാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കുടുംബത്തെ വിളിച്ചുണർത്തും, എഴുന്നേറ്റ് നമസ്കരിക്ക്, ഖുർആനോദ്, ദിക്ർ ചെയ്യ്, ദുആ ചെയ്യ്. മാത്രമല്ല വജദ്ദ വശദ്ദൽ മിഅ്സർ, സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായും ഇബാദത്തിന് വേണ്ടി തയ്യാറെടുക്കും. ഈ നിലയിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ റമദാന്റെ അവസാന സന്ദർഭങ്ങൾ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തിൽ വളരെ നിഷ്ഠയുള്ള, കൂടുതൽ സജീവമായിരുന്നു. യുറഗിബു ഫീ ഖിയാമി റമദാൻ മിൻ ഗൈരി അൻ യഅ്മുറുഹും ഫീഹി ബിഅസീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുള്ള നമസ്കാരത്തിന് വളരെ സഹാബത്തിനെ, വീട്ടുകാരെ പ്രേരിപ്പിക്കുമായിരുന്നു. ഇതേപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമദാനിന്റെ അവസാന സന്ദർഭത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട അമലാണ് ഇഅ്തികാഫ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പള്ളിയിൽ കഴിഞ്ഞുകൂടുക. അതോടൊപ്പം തന്നെ ഇഅ്തികാഫ് പോലെ തന്നെ വലിയ പ്രാധാന്യമുള്ളതാണ് ജനങ്ങൾക്ക് സേവനം ചെയ്യുക, വിധവകളെ സഹായിക്കുക, അനാഥകളെ സഹായിക്കുക, രോഗികളെ സഹായിക്കുക, പ്രയാസത്തിൽ അകപ്പെട്ടവരെ സഹായിക്കുക. എത്രത്തോളം ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്താ? അന്നഹു കാന മുതക്കിഫൻ ഫീ മസ്ജിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മദീനയിലെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുകയാണ്. അപ്പോൾ സലാം പറഞ്ഞുകൊണ്ട് ഒരാൾ കടന്നു വന്ന് അവിടെ ഇരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ വളരെ ബുദ്ധിമുട്ടനും വളരെ ഖിന്നനും അഥവാ വലിയ ദുഃഖിതനാണല്ലോ, എന്താണ് കാരണം? അയാൾ പറഞ്ഞു, അതെ, പ്രവാചകന്റെ പിതൃവ്യ പുത്ര അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പിതൃവ്യ പുത്രനാണ്. എനിക്ക് ഒരാളോട് സാമ്പത്തികമായ ചില ബാധ്യതകളുണ്ട്. പ്രവാചകന്റെ ഖബർ ചൂണ്ടി, എന്നാൽ ഈ ഖബറിൽ കിടക്കുന്നവരുടെ മഹാത്മ്യം തന്നെ അത് കൊടുത്തു വീട്ടാൻ എനിക്ക് കഴിയുകയില്ല എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് വന്ന വ്യക്തി പറഞ്ഞു. ഉടനെ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കളുടെ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചാലോ? അയാൾ പറഞ്ഞു, താങ്കൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അങ്ങനെയാവാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെരുപ്പ് ധരിച്ചുകൊണ്ട് പരിശുദ്ധമായ മസ്ജിദ് നബവി, ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി. വന്ന ആള് ചോദിച്ചു, താങ്കൾ ഇഅ്തികാഫിലാണെന്ന കാര്യം മറന്നുപോയതാണോ? അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയല്ല, മറിച്ച് ഈ ഖബറിൽ കിടക്കുന്ന അഥവാ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രവാചകന്റെ മരണം കഴിഞ്ഞിട്ട് കുറച്ചു കാലമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനാൽ ഇത് പറയുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ ഖബർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഖബറിൽ കിടക്കുന്ന മഹാവ്യക്തിത്വം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരുവൻ തന്റെ സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങുകയും അക്കാര്യം നിറവേറ്റുകയും ചെയ്താൽ അവന് 10 വർഷം പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഒരാൾ അള്ളാഹുവിന്റെ പ്രീതിക്കായി ഒരു ദിവസം പള്ളിയിൽ ഇഅ്തികാഫ് അനുഷ്ഠിച്ചാൽ അള്ളാഹു അവന്റെയും നരകത്തിന്റെയും ഇടയിൽ 3 കിടങ്ങുകൾ ഉണ്ടാക്കും. അവയിൽ ഓരോന്നും 2 ചക്രവാളങ്ങളെക്കാൾ വിശാലമായിരിക്കും. ആലോചിച്ചു നോക്കി, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. ഒരാൾ ആവശ്യത്തിന് വേണ്ടി, അവൻ ഒരു സഹോദരന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ 10 വർഷം അള്ളാഹുവിന്റെ പള്ളിയിൽ
അള്ളാഹുവിന്റെ ആരാധനയും അതേപോലെ സമസൃഷ്ടി സ്നേഹത്തെയും കുറിച്ചുള്ള വളരെ ചേതോഹരമായ ഒരു പ്രവചനമാണിത്. ഇത്തികാഫ് പുണ്യമേറിയ ഒരു ഐഹിക കടമയാണ്, ഒരു സുന്നത്തായ കർമ്മമാണ്. അള്ളാഹുവിന്റെ സാമീപ്യം കൊതിച്ച് ജീവിത തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് അള്ളാഹുവിന്റെ സ്മരണയിലും ഇബാദത്തുകളിലും മുഴുകി പള്ളികൾ കഴിച്ചുകൂട്ടുന്നതാണ് ഇത്തികാഫ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ ഇത്തികാഫിന് വലിയ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മനുഷ്യന്റെ ആവശ്യം പൂർത്തിയാക്കാൻ വേണ്ടി അവൻ ഇറങ്ങിത്തിരിക്കുക എന്നത് 10 വർഷം അള്ളാഹുവിന്റെ പള്ളിയിൽ ഇത്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഒരു ഇത്തികാഫ് ഇത്തികാഫ് അനുഷ്ഠിക്കുന്നവന് തെറ്റുകുറ്റങ്ങൾ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നു. മുഴുവൻ സൽക്രമങ്ങളും ചെയ്യുന്നവനെ പോലെ തന്റെ പേരിൽ ധാരാളം സൽക്രമങ്ങൾ എഴുതപ്പെടാൻ അത് ഇടയാക്കുകയും ചെയ്യും. ഓരോ ഇത്തികാഫും വലിയ പ്രാധാന്യമുള്ളതാണ്. മൻ ഇഅ്തകഫ അശ്റൻ ഫി റമളാൻ, ഒരാൾ റമളാനിൽ 10 ദിവസം ഇത്തികാഫ് അനുഷ്ഠിച്ചാൽ അവന് കഹജ്ജത്തൈനി വഉംറത്തൈനി, ഹദീസിൽ വരുന്നു 2 ഹജ്ജും അതേപോലെ 2 ഉംറയും നിർവഹിച്ചത് തുല്യമാണ്. ഇതേപോലെ പ്രിയപ്പെട്ടവരെ, വല്ല പ്രയാസത്തിലും അകപ്പെട്ട് നിസ്സഹായനായി കഴിയുന്നവന്റെ വ്യസനങ്ങൾ, പ്രയാസങ്ങൾ നീക്കാൻ സഹായിക്കുന്നവന് 73 പാപമോചനങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തി വയ്ക്കും. അതിലൊന്ന് അവന്റെ സർവ്വ കാര്യങ്ങളും നന്നായി തീരലാണ്. ബാക്കിയുള്ള 72 എണ്ണം അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ അവന് ലഭിക്കുന്ന പദവികളാണ്. മൻ അഗാസ മൽഹൂഫൻ കതബല്ലാഹു ലഹു 73 മഗ്ഫിറ വാഹിദതൻ ഫീഹാ സ്വലാഹു ഉമൂരിഹി കുല്ലി ഫസിന്താനി വസബൂന ലഹു ദറജാതുൻ യൗമൽ ഖിയാമ. പ്രവാചകന്റെ വചനങ്ങളാണ്. ഇതേ ആശയം വ്യക്തമാക്കുന്ന മറ്റൊരു ഹദീസാണ് മൻ മശാ ഫി ഹാജത്തി അഖീഹിൽ മുസ്ലിം, ഒരു മുസ്ലിമായ സഹോദരന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി അവനോടൊപ്പം ഒന്ന് നടന്നാൽ ഓരോ കാലടിക്കും പകരമായി അവന്റെ പേരിൽ 70 നന്മകൾ അള്ളാഹു രേഖപ്പെടുത്തുകയും 70 തിന്മകൾ അവനിൽ നിന്ന് മായ്ച്ചു കളയുകയും ചെയ്യും. എവിടെ നിന്നാണോ അവൻ പുറപ്പെട്ടത് അവിടെ തിരിച്ചെത്തുന്നത് വരെ ഇതായിരിക്കും അവസ്ഥ. ഇനി തന്റെ ആവശ്യം അവൻ നിർവഹിച്ചു കൊടുത്താൽ മാതാവ് പ്രസവിച്ച ദിനത്തിലെന്ന പോലെ മുഴുവൻ പാപങ്ങളിൽ നിന്നും പരിശുദ്ധനായി അവൻ പുറത്തു കടക്കുന്നതാണ്, അവൻ രക്ഷപ്പെടുന്നതാണ്. ആ മാർഗത്തിൽ അവൻ മരിക്കാനിടയായാൽ വിചാരണ കൂടാതെ സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമദാൻ നമുക്കറിയാം, നോമ്പിന്റെ പൂർണ്ണത പോലും ഫിത്ർ സദഖയിലൂടെയാണ്, സാധുക്കളെ സഹായിക്കുന്നതിലൂടെയാണ്. നമ്മുടെ ഓരോ നന്മകളും നമ്മൾ ആലോചിച്ചു നോക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചവനോടുള്ള ബാധ്യത പോലെ തന്നെ നമുക്ക് നമ്മുടെ സൃഷ്ടികളോടും അടിമകളോടും വലിയ ബാധ്യതയുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂടപ്പിറപ്പുകൾ, നമ്മുടെ കുടുംബത്തിലുള്ള യതീമീങ്ങൾ, വിധവകൾ, അനാഥകൾ, രോഗികൾ, നമ്മൾ ഇവരെയൊക്കെ അറിയണം. പരിശുദ്ധ റമദാൻ വഹുവ ഷഹ്റുൽ മുവാസാത്ത്, സഹാനുഭൂതിയുടെ മാസമാണ്. നമ്മൾ നന്മകൾ ചെയ്ത് അത് അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകളാണെങ്കിലും അടിയാറുകൾക്ക് ചെയ്യുന്ന, അൽഹംദുലില്ലാഹ് സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ വയനാട് ദുരന്ത ഭൂമിയിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ അബ്ദുറഹീം ഉസ്താദിന്റെ കെയർ ഓഫിൽ ഈ റിയാദു സാലിഹിന്റെ സാധ്യതകളടക്കം ധാരാളം കിറ്റ് വിതരണവും അതേപോലെ അവിടെയുള്ള ആളുകളെ സഹായിക്കുന്ന അവസ്ഥകളെല്ലാം കേൾക്കാൻ സാധിച്ചു. വലിയ സന്തോഷകരമായി. പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ, ഒരു സദക്ക എന്ന് പറഞ്ഞാൽ എത്ര വലിയ മാഹാത്മ്യമാണെന്നറിയുമോ? വലിയ ശക്തിയാണ് സദക്കകൾക്ക്. അള്ളാഹുവിന്റെ തീരുമാനം പോലും അനുകൂലമാക്കിയെടുക്കാൻ കഴിയും. വലിയ പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വതക്ക കൊണ്ട് അനുകൂലമായി തീരുമാനം നമുക്ക് അള്ളാഹുവിൽ നിന്നും വാങ്ങിക്കാൻ പറ്റും. ഒരു ഹദീസിൽ കാണാം, ഭൂമിയെ അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചപ്പോൾ അത് ഊഞ്ഞാല് പോലെ ആടുകയായിരുന്നു. ആ ആടുന്ന സമയം ജിബാൽ, വലിയ പർവ്വതം കൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആടി ഉലയുന്ന ഊഞ്ഞാല് പോലെ ആടുന്ന ഭൂമി ഉറപ്പിച്ചു നിർത്തി. അപ്പൊ മലക്കുകൾ അത്ഭുതപ്പെട്ടു, പടച്ചവനെ എന്ത് വലിയ സൃഷ്ടിയാണ്, എത്ര വലിയ ശക്തിയാണ് ഈ മലകൾക്ക്. അള്ളാഹുവോട് ചോദിച്ചു, അള്ളാഹ് ഈ പർവ്വതത്തെക്കാൾ വലിയ ശക്തിയുള്ള സൃഷ്ടി വല്ലതും നിന്റെ സൃഷ്ടിപ്പിലുണ്ടോ? ഉടനെ അള്ളാഹു പറഞ്ഞു, നഅം യാ മലായികത്തി, ഉണ്ട് മലക്കുകളെ. അതെന്താണ്? ഈ പർവ്വതങ്ങൾ ഈ പാറകളെക്കാൾ വലിയ ശക്തിയുള്ളതാണ്. ഹദീദ്, ഇരുമ്പുകൾക്ക്, പാറയെ തകർക്കാൻ ഇരുമ്പുകൾക്ക് കഴിയും. അപ്പൊ മലക്കുകൾ ചോദിച്ചു, അള്ളാഹ് ഈ ഇരുമ്പുകളെക്കാളും വലിയ ശക്തിയുള്ള വല്ല മഖ്ലൂക്കുമുണ്ടോ, പടപ്പുമുണ്ടോ? ഉടനെ അള്ളാഹു അറിയിച്ചുകൊണ്ട്, അത് തീയാണ്. ഇരുമ്പിനെ നിശേഷം തകർക്കാൻ തീകൾക്ക് കഴിയും, വലിയ അഗ്നികൾക്ക് കഴിയും. അപ്പോഴും മലക്കുകൾ ചോദിച്ചു, അള്ളാഹ് ഈ തീയിനേക്കാൾ അഗ്നിയേക്കാൾ വലിയ ശക്തിയുള്ള വല്ല പടപ്പും നിന്നിലുണ്ടോ, നിന്റെ മഖ്ലൂക്കിലുണ്ടോ? ഉടനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അറിയിച്ചു, ഈ അഗ്നികളെ തകർക്കാൻ വെള്ളത്തിന് കഴിയും. വെള്ളം വലിയ ശക്തിയുള്ളതാണ്. എത്ര വലിയ തീ ഗോളങ്ങളെയും നശിപ്പിക്കാൻ വെള്ളങ്ങൾക്ക് കഴിയും. ഉടനെ മലക്കുകൾ ചോദിച്ചു, അള്ളാഹ് ഈ വെള്ളത്തെക്കാൾ ശക്തിയുള്ള വലിയ വസ്തുവുണ്ടോ നിന്റെ മഖ്ലൂക്കിൽ? ഉടനെ അള്ളാഹു അറിയിച്ചുകൊണ്ട്, അത് കാറ്റുകളാണ്. കാറ്റിന് അതിനേക്കാൾ വലിയ ശക്തിയാണ്. എന്നിട്ട് അള്ളാഹുവോട് ചോദിച്ചു, അള്ളാഹ് ഈ കാറ്റിനേക്കാൾ വലിയ ശക്തിയുള്ള വല്ല വസ്തുവും ഉണ്ടോ?
ഉടനെ അള്ളാഹു അറിയിച്ചു, റജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ സിറ, രഹസ്യമായി ഒരടിമ ചെയ്യുന്ന സ്വതക്ക എന്ന് പറയുന്നത് അത് ഈ വസ്തുക്കളെക്കാളെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ കഴിവുള്ള വസ്തുവാണ്. അള്ളാഹു താല ദുർമരണങ്ങളിൽ നിന്നും, മരുന്ന് കഴിച്ചാൽ ഫലപ്പെടാത്ത അസുഖങ്ങളിൽ നിന്ന് പോലും സദക്ക കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും. ഹൃദയങ്ങൾ തമ്മിൽ യോജിക്കാൻ സദക്കകൾക്ക് വലിയ പ്രാധാന്യമാണ്. നാളെ അർശിന്റെ തണല് കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ ഒരു മഹാസൗഭാഗ്യവാൻ രഹസ്യമായി സദക്ക ചെയ്യുന്ന സൗഭാഗ്യവാന്മാരാണ്. നമുക്ക് പരസ്യമായി ചെയ്യുമ്പോഴുള്ള നിയ്യത്ത് എന്തായിരിക്കണം? പടച്ചവനെ, ഞാൻ ചെയ്യുന്നത് കണ്ട് മറ്റുള്ളവർ ചെയ്യാൻ അതിലേക്ക് മുന്നോട്ട് വരണം. പരസ്യമായി സദക്ക ചെയ്യുന്നതിന് നിയ്യത്ത് അങ്ങനെ ആയിരിക്കണം. ആളുകൾ കാണാൻ വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ ആകാൻ പാടില്ല. അബൂബക്കർ സിദ്ദീഖ് അലി റളിയല്ലാഹു തആല അൻഹു ഒരു 4 ദിർഹം കയ്യിൽ വന്നു. ആ 4 ദിർഹമിൽ ഒന്ന് രാത്രിയിൽ സദക്ക ചെയ്തു, 1 ദിർഹം പകലിൽ സദക്ക ചെയ്തു, 1 ദിർഹം രഹസ്യമായി സദക്ക ചെയ്തു, പിന്നെ 1 ദിർഹം പരസ്യമായി സദക്ക ചെയ്തു. ഈ സമയത്താണ് വിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങിയത്. വല്ലദീന യുൻഫിഖൂന അംവാലഹും ലൈലൻ വനഹാറ സിർറൻ വഅലാനിയ ലഹും മഗ്ഫിറത്തുൻ ഇൻദ റബ്ബിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു, ഏതൊരു കൂട്ടം ആളുകൾ രാത്രിയിലോ പകലിലോ രഹസ്യമായോ പരസ്യമായോ സദക്ക ചെയ്യുന്നു, അവരുടെ കൂലി അള്ളാഹുവിന്റെ അടുക്കൽ വണ്ണമായ പ്രതിഫലമാണ്. അവരുടെ പാവങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിൽ പരസ്യമായി സദക്ക ചെയ്യുന്നത് മറ്റുള്ളവരെ നന്മയിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടി യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ ഏറ്റവും മേന്മയുള്ളത് രഹസ്യമായി ചെയ്യുന്നതിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമദാൻ, എന്റെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്, 10 മിനിറ്റ് വൈകി, എല്ലാവരും മാപ്പാക്കണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിരിക്കുന്ന റമദാൻ അടുത്ത റമദാനിൽ ഞാനുണ്ടോ നിങ്ങളുണ്ടോ എന്ന് അറിയില്ല. നമ്മുടെ ആരുടെയും ആയുസ് നമ്മുടെ കയ്യിലല്ല, അള്ളാഹുവിന്റെ കയ്യിലാണ്. അതിന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ വിലപ്പെട്ട സമയം പാഴാക്കിയിട്ട് അടുത്ത വർഷം നോക്കാം, ഇത് മൗഢ്യമാണ്. ഇത് പിശാച് ഇട്ടു തരുന്ന ചിന്തയാണ്. മാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ എന്ത് സംഭവിക്കും അറിയില്ല. നമ്മുടെ എത്രയോ സമകാലികർ, എത്രയോ കൂട്ടുകാർ, കുടുംബത്തിൽ ഉപ്പുപ്പ ജീവിച്ചിരിക്കുന്നു, പേരക്കൂട്ടി ആഖിറത്തിലേക്ക് യാത്രയാകുന്നു. ദുനിയാവിലേക്ക് വന്നപ്പോൾ ഒരു സമയക്രമം ഉണ്ടായിരുന്നു, തിരിച്ചുപോക്കിന് യാതൊരു സമയക്രമവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ റമദാൻ അമൂല്യമായി കണ്ട് ഇതിന്റെ ഒരു മൈക്രോ സെക്കൻഡ് പോലും പാഴാക്കാതെ ഏതെല്ലാം നന്മകൾ കൊണ്ട് ഈ രാപകലുകളെ സജീവമാക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമോ, ആ നിലയിൽ അൽഹംദുലില്ലാഹ് ഈ റമദാന്റെ രാപകലുകൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമലുകൾ റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തിന് മുവാഫിഖായ അനുയോജ്യമായ നിലയിൽ പൂർത്തിയാക്കാൻ അള്ളാഹു എനിക്കും ഇത് ശ്രദ്ധിച്ച നിങ്ങൾക്കും ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും അള്ളാഹു തൗഫീഖ് തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ കൃത്യമായ നസീഹത്ത് ഞാൻ നിർത്തുന്നു. വാഹിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുക്ർ ഉസ്താദെ. ഒരു ചെറിയ 2 മിനിറ്റ് ദുആയോട് കൂടിയാണ് ഈ ദർസ് അവസാനിപ്പിക്കുക. കൂടെ കേട്ടിട്ട് എല്ലാവരും പിരിഞ്ഞു പോകാവൂ എന്ന് ഓർമ്മിപ്പിക്കുക. ഒരൊറ്റ അറിയിപ്പ് മാത്രമാണുള്ളത്. ഇവിടെ സലബാസ് സാഹിബ് പറഞ്ഞതുപോലെ, ശുക്ർ ഉസ്താദ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ, 2024 ജൂലൈ 30-ാം തീയതി വയനാട്ടിൽ സംഭവിച്ച വലിയ ഭീകരമായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന ഒരു 540 മുസ്ലിം വീട്ടുകാരുണ്ട് അവിടെ. നമ്മുടെ കുവൈത്തി സഹോദരങ്ങളുടെ സഹായത്തോടു കൂടി 15 കിലോ വരുന്ന റമദാൻ കിറ്റുകൾ നാം അവർക്ക് എത്തിച്ചു കൊടുക്കുകയുണ്ടായി. വേറൊരു കുവൈത്തി സഹോദരൻ തന്ന 2 പോത്തുകൾ അറുത്തുകൊണ്ട് അവിടെ മാംസം വിതരണം ചെയ്യുകയുണ്ടായി. അവരിൽ തിരഞ്ഞെടുത്ത ചിലർക്ക് 5000 രൂപ വീതം ധനസഹായം നൽകുകയുണ്ടായി നമ്മുടെ തന്നെ സഹോദരങ്ങളുടെ സഹായത്താൽ. ഇനി ഈ പെരുന്നാൾ സമാഗതമാകുകയാണ്. സ്വന്തം ഭവനവും കച്ചവടവും കൃഷിയുമെല്ലാം കൂലം കുത്തി ഒലിച്ചുപോയി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ 540 മുസ്ലിം ഭവനങ്ങളിൽ ഈ പെരുന്നാളിന് സന്തോഷം എത്തിക്കാൻ നാം ആഗ്രഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലോ, ഏത് അമലാണ് ഏറ്റവും ശ്രേഷ്ഠം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിൽ സന്തോഷം എത്തിക്കുകയാണ്, ഒരു മുസ്ലിമിന്റെ ഭവനത്തിൽ സന്തോഷം എത്തിക്കുക എന്നും ഹദീസ് ഉണ്ട്. ഈ പെരുന്നാളിന്റെ തലേ ദിവസം ഒരു 5 കിലോയിൽ അധികം തൂക്കം വരുന്ന നെയ്ച്ചോറ്, അരി, അതുപോലെ തന്നെ നെയ്യ്, അണ്ടിപ്പരിപ്പ്, സേമ്യം, പാൽപ്പൊടി, ഒരു കോഴി, ഇങ്ങനെ തുടങ്ങി 9 വസ്തുക്കൾ ഉൾക്കൊള്ളുന്ന 5 കിലോ 120 ഗ്രാം തൂക്കം വരുന്ന കിറ്റുകൾ ഈ ദുരിതം അനുഭവിക്കുന്ന 540 മുസ്ലിം വീടുകളിലും എത്തിക്കാൻ നാം ഉദ്ദേശിക്കുന്നു. ഇൻഷാ അല്ലാഹു തആല നമ്മുടെ കോർഡിനേറ്റർ സലബാത്ത സാഹിബും ഞാനും യാസീൻ സാഹിബും എല്ലാം നേരിൽ പെരുന്നാളിന്റെ തലേ ദിവസം അവിടെ പോയി ഇത് ഏൽപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്.
ഒരു കിറ്റിന്, ഇപ്പോൾ കാണിച്ച ഒരു കിറ്റിന് 831 രൂപയാണ് വില. അവിടെ എത്തിക്കാൻ ഒരു 10 പൈസ വരും. 840 രൂപ ചെലവഴിച്ചു കഴിഞ്ഞാൽ ഒരു മുസ്ലിം വീട്ടിൽ നമുക്ക് സന്തോഷം എത്തിക്കാൻ സാധിക്കും. ഈ കാര്യം വയനാട്ടിൽ നിന്ന് വന്ന് പിറ്റേ ദിവസം തജ്വീദ് ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ആ ക്ലാസ്സിന്റെ ഇടയിൽ തന്നെ മെസ്സേജുകൾ വന്നു. 375 കിറ്റുകൾ കൊടുക്കാൻ ആവശ്യമായ കാശ് 5-6 പേർ തന്നു കഴിഞ്ഞു. ഇനി പരിമിതമായ 225 കിറ്റിന് മാത്രമാണ് അവസരമുള്ളത്. ആ അവസരം ആദ്യമായി ആർ മുന്നോട്ട് വരുന്നുവോ അവർക്ക് ലഭിക്കും. ഇതിൽ പങ്കുവഹിച്ചുകൊണ്ട് ശുക്കൂർ ഉസ്താദ് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മഹത്തായ പുണ്യം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഒന്നുകിൽ സാലേബാത്ത സാഹിബിനെ അറിയിക്കുക, അല്ലെങ്കിൽ എന്നെ അറിയിക്കുക. ഇൻഷാ അല്ലാഹു തആല നാം പെരുന്നാളിന്റെ തലേ ദിവസം കൊണ്ടുപോയി അവർക്ക് അത് എത്തിച്ചു കൊടുക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ശുക്കൂർ ഉസ്താദിന്റെ ചെറിയ ഒരു അറബിയിലുള്ള ദുആയോടുകൂടി ഇത് അവസാനിക്കും. കാരണം നമുക്ക് പള്ളിയിലേക്ക് പോകാൻ സമയമായിട്ടുണ്ട്. ഫല്യതഫദ്ദൽ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا. اللهم اجعله حجة لنا لا حجة علينا يا رب العالمين. اللهم مغفرتك أوسع من ذنوبنا ورحمتك أرجى عندنا من أعمالنا. അർഹമുറാഹിമായ പടച്ചവനെ, കരുണയുള്ള അല്ലാഹ്, ഇതുവരെയും പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, നാടും വീടും കൂടുമെല്ലാം വിട്ട് വിദേശ മണ്ണിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രവാസികൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അവർ വിട്ടേച്ചു പോകുന്ന കുടുംബങ്ങളിൽ അവരുടെ നാട്ടിൽ നീ പകരക്കാരനാകണേ അല്ലാഹ്. വിദേശ മണ്ണിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രവാസികൾക്ക് ഒരു ആപത്തും മുസീബത്തും വരാതെ നീ എല്ലാ നിലയിലും കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ രാജ്യങ്ങളിലും ആരെല്ലാം വിഷമങ്ങൾ അനുഭവിക്കുന്നവരുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ ദൂരീകരിച്ച് സ്വസ്ഥമായ സമാധാനപൂർവമായ ഒരു ജീവിതം നൽകണേ റഹ്മാനെ. പരിശുദ്ധമായ ബദറിന്റെ പരിശുദ്ധമായ ദിനം സമാഗതമാകാൻ പോകുന്നു. അല്ലാഹുവേ, ഉമ്മത്തിനെ നീ പരിപൂർണമായും അസ്ഹാബുൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് സഹായിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, പടച്ചവനെ, റമളാൻ അനുകൂലമായി സാക്ഷിയാകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് പ്രവാസികൾ, പ്രത്യേകിച്ചും ഈ ഗ്രൂപ്പിലെ പല അംഗങ്ങളും അല്ലാഹുവേ സ്വാലിഹീങ്ങളെ അല്ലാഹുവേ പ്രയാസപ്പെടുന്നവരെ സഹായിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞു. അല്ലാഹുവേ, പടച്ചവനെ, അവർക്കെല്ലാം നീ വാരിക്കോരി നിഅമത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. വയനാടിൽ കഷ്ടപ്പെടുന്ന, ദുരിതം അനുഭവിക്കുന്ന ആ കുടുംബത്തിനെ സഹായിക്കുന്നവർക്ക് റബ്ബേ പടച്ചവനെ എല്ലാവിധ ഹൈറുകളും നീ വാരി കോരി കൊടുക്കണേ അല്ലാഹ്. ആ ദുരിതബാധിതരുടെ പ്രയാസങ്ങളെല്ലാം നീ അകറ്റി അല്ലാഹുവേ പഴയതിനേക്കാളും റാഹത്തുള്ള ഒരു ജീവിതം അവർക്കും ഞങ്ങൾക്കും എല്ലാവർക്കും നീ നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, അവർക്ക് വേണ്ടി പെരുന്നാൾ കിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചവർ, റമളാനിൽ കിറ്റ് കൊടുത്തു കഴിഞ്ഞവർ എല്ലാവർക്കും പടച്ചവനെ എല്ലാ നിഅമത്തുകളും നീ കൊടുത്ത് അവരുടെ ഉപജീവനത്തിൽ ഒരു പരമ്പരകളോളം വിഷമമില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത ഐശ്വര്യത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. പടച്ചവൻ, എല്ലാ രോഗങ്ങൾ, അവയവങ്ങൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങളൊന്നും തന്നവരെയോ ഞങ്ങളെയോ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അവസാനം മരിക്കുമ്പോൾ കലിമ പറഞ്ഞുകൊണ്ടുള്ള സ്വർഗം കണ്ടുള്ള റാഹത്തുള്ള മരണം തന്ന് നാളെ സ്വർഗത്തിൽ നിന്റെ ലിഖായിന് ഞങ്ങൾക്ക് എല്ലാവർക്കും സൗഭാഗ്യം തരണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. جزاك الله خيرا كثيرا.